നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ പാലക്കാടും വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഇത് ഓരോ BJP-കാരന്റെയും ഓരോ സംഘപ്രവർത്തകന്റെയും എന്ന് വേണ്ട ഓരോ ദേശീയ രാഷ്ട്രീയത്തിന്റെയും അതല്ലെങ്കിൽ ദേശസ്നേഹത്തിന്റെ ആ അഭിമാനികളായി നടക്കുന്ന ഓരോ ആളുകളുടെയും അഭിമാനത്തിന്റെ പ്രശ്നം തന്നെയായിരുന്നു ഇന്ന് നടന്ന പാലക്കാട് ആ ഒരു തിരഞ്ഞെടുപ്പ്, ആ വോട്ടെടുപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രി നമ്മൾ ജയസൂര്യൻ സാറിനെ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ലൈവ് സെഷൻ വെച്ചിരിക്കുന്നത്. സാർ, എങ്ങനെയാണ് സാർ, മറ്റൊരു ഇൻട്രൊഡക്ഷനിലേക്കും പോകുന്നില്ല, എങ്ങനെയാണ് സാർ പാലക്കാട് നടന്ന ഇലക്ഷന്റെ ആ ഒരു പോളിംഗും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആദ്യമേ തന്നെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? പാലക്കാട് ഇലക്ഷന്റെ ഗതികൾ, അതിന്റെ പഴയകാല കണക്കുകളും ഇപ്പോഴത്തെ കണക്കുകളും ശതമാന കണക്കുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. LDF-ന്റെയും UDF-ന്റെയും വോട്ടുകളും വോട്ട് ശതമാനവും ഓരോ തെരഞ്ഞെടുപ്പിലും കുറഞ്ഞു വരികയാണ്. എന്നാൽ BJP പ്രകടമായി കുതിച്ചു മുന്നേറുകയാണ്. അത് ഈ ഒരു തവണ കൊണ്ട് BJP-യുടെ വിജയം ഉറപ്പാക്കും എന്ന കാര്യത്തിൽ ഈ കണക്കുകൾ നമുക്ക് ആത്മവിശ്വാസം തരുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒരു 3 ഇലക്ഷനെ സംബന്ധിച്ചുള്ള കണക്കുകൾ, കാരണം മറ്റൊരു ചാനലും ഇത് പ്രക്ഷേപണം ചെയ്യില്ല, മറ്റൊരു ചാനലും ഇത് ചർച്ച ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇത് BJP-യുടെ ക്രമാനുഗതമായ വളർച്ച, ശാസ്ത്രീയമായ മുന്നേറ്റം ഇതിനെ വ്യക്തമാക്കുന്ന കണക്കുകളായതുകൊണ്ട് നമ്മൾ മാത്രമേ ഈ വിധത്തിലുള്ള ഒരു ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാനിത് UDF-ന്റെ ഒരു സീറ്റായിട്ടാണല്ലോ ഇപ്പൊ കാണുന്നത്. ഷാഫി പറമ്പിൽ കഴിഞ്ഞ 3 തവണ തുടർച്ചയായിട്ട് വിജയിക്കുന്നു. അപ്പോൾ ഒരു UDF കുത്തക സീറ്റ് എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നു. എന്നാൽ 2011 ഷാഫി പറമ്പിലിന് 42.41% വോട്ട് കിട്ടി. അത് 2016 എത്തിയപ്പോൾ 41.77% കുറഞ്ഞു. അത് 2021 എത്തിയപ്പോൾ 38.06% വീണ്ടും കുറഞ്ഞു. അതായത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടത് കഷ്ടിച്ച് 3000-ൽ പരം വോട്ടുകൾക്കും 3% വോട്ടുകൾക്കും മാത്രമാണ്. എന്നാൽ CPIM, പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ ഇടതുപക്ഷ കോട്ട എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത്. CPIM-ന്റെ പ്രകടനം നമ്മളൊന്ന് നോക്കിയാൽ 2011 അവർക്ക് 35% വോട്ടും 40,238 വോട്ടുകൾ പോൾ അവർക്ക് ശേഖരിക്കാനും സാധിച്ചു. 2016 എത്തുമ്പോൾ 40 എന്നുള്ളത് 38,675 വോട്ടുകളും ശതമാന കണക്കിൽ 35% വോട്ടുണ്ടായിരുന്നത് 28% കുറയുകയും ചെയ്തു. 2021 എത്തുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് വീണ്ടും കുറഞ്ഞ് 36,433 താഴുകയും വോട്ടിംഗ് ശതമാനം 25% കുറയുകയും ചെയ്തു. ഇതാണ് കഴിഞ്ഞ 3 ഇലക്ഷനുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. എന്നാൽ BJP-യെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 2011 22,317 വോട്ട് മാത്രം, അന്ന് ഉദയഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് മത്സരിച്ചത്, അത്രേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ വരുമ്പോൾ 2016 40,076 വോട്ടായിട്ട് അത് വർദ്ധിച്ചു. 2021 E. ശ്രീധരൻ മത്സരിക്കുമ്പോൾ അത് 10,000 വോട്ട് കൂടി വീണ്ടും വർദ്ധിച്ച് 50,220 വോട്ടായിട്ട് വർദ്ധിച്ചു. ഇതാണ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ. ഇനി ശതമാന കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ 38% വോട്ട് വാങ്ങിയപ്പോൾ E. ശ്രീധരൻ തൊട്ടടുത്തുണ്ട് 35%, കേവലം 3% വ്യത്യാസം. എന്നാൽ CP പ്രമോദ് എന്ന് പറയുന്ന CPM സ്ഥാനാർത്ഥി കിട്ടിയത് 25% വോട്ട് മാത്രമാണ്. ഇതാണ് പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ കഴിഞ്ഞ 3 ഇലക്ഷനുകളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൃത്യമായ കണക്ക്. ആ കണക്കാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇത് ഈ തവണ വരുമ്പോൾ, ഈ ബൈ ഇലക്ഷൻ വരുമ്പോൾ ഈ ഒരു കണക്ക് മാത്രം പിന്തുടർന്ന് മുന്നോട്ട് പോയാൽ പോലും BJP-യുടെ വിജയം സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ K. സുരേന്ദ്രൻജി പറഞ്ഞത് ഇവിടെ UDF 3-ാം സ്ഥാനത്ത് പോകും എന്ന്. UDF 3-ാം സ്ഥാനത്ത് പോകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതിലെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്നുള്ള നിലയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ തന്നെ പറഞ്ഞത് സന്ദീപ് ഭാരതി UDF-ലേക്ക് പോയതാണ് ഏറ്റവും വലിയ ദൈവം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ദൈവാനുഗ്രഹം എന്ന് തന്നെയാണ്. അതായത് സന്ദീപ് ഭാരതി UDF-ലേക്ക് ചെല്ലുമ്പോൾ UDF-ന്റെ വളരെ വലിയ ശക്തി കേന്ദ്രമായി നിന്ന വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്കാണ് പാലക്കാട്. അതുകൊണ്ടാണല്ലോ ഷാഫി അവിടെ തുടർച്ചയായിട്ട് ജയിക്കുന്നത്. ആ വോട്ട് ബാങ്ക്
വളരെ സ്റ്റണ്ടായി പോയി, ഞെട്ടിപ്പോയി. കാരണം ഇന്നലെ വരെ ഇസ്ലാമിക തീവ്രവാദത്തെയും ഇസ്ലാമിക ശക്തികളെയും അതിവിദഗ്ധമായി എതിർക്കുകയും കണക്കു നിരത്തി പ്രതിരോധിക്കുകയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കടന്നാക്രമിക്കുകയും ചെയ്ത വ്യക്തി നേരിട്ട് UDF വന്നിരിക്കുക. UDF ഇദ്ദേഹത്തെ എടുക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗുമായിട്ടോ മുസ്ലിം സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ സമസ്ത പോലെയുള്ള അവരുടെ തീവ്രവാദ സ്വഭാവമുള്ള ആ ഒരു സംഘടനകളുമായിട്ടോ ഒന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് നേരിട്ട് കോൺഗ്രസ് പ്രവേശനം നടത്തിയതിനു ശേഷം മറ്റെവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് പാണക്കാട് തങ്ങളെയും ജെഫ്രി തങ്ങളെയും പോയി കാണാൻ സന്ദീപ് വാര്യർ തയ്യാറായത്. അതായത് ക്ഷമിക്കണം, സമയം കിട്ടിയില്ല, ഇങ്ങോട്ട് വരികയായിരുന്നു, പറയാൻ സമയം കിട്ടിയില്ല എന്നുള്ള മട്ടില് കോൺഗ്രസിനോടെ പറയാൻ സമയം കിട്ടിയുള്ളൂ, നിങ്ങളെ ഒന്നും ആലോചിക്കാൻ പോലും സമയം കിട്ടിയില്ല, ക്ഷമിക്കണം എന്ന് പറയാൻ വേണ്ടി സമസ്താപരാധവും പൊറുക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു. ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ തരത്തിലുള്ള ഒരു തീവ്രവാദിയെ, അവരുടെ ഭാഷയിലെ തീവ്രവാദിയെ UDF ലീഗിന്റെയോ മുസ്ലിം സംഘടനകളുടെയോ ഇവരുടെ ആധ്യാത്മിക ആചാര്യന്മാരുടെയോ മുന്നറിവില്ലാതെ സ്വീകരിച്ചതിന്റെ പ്രായശ്ചിത്തവും സമസ്താപരാധവും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം വോട്ട് ബാങ്ക് UDF നിന്ന് വിട്ടു എന്ന് വ്യക്തമായി. അത് തടയിടാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു വലിയ ബുദ്ധിയാണ് പാണക്കാട് പോവുക, ജെഫ്രി തങ്ങളെയും കാണുക, രണ്ട് തങ്ങളുമാരെ കണ്ടാൽ ഒന്ന് അടക്കി നിർത്താം എന്ന്. പക്ഷേ ഇന്നത്തെ അവരുടെ നിലപാട് വഖഫിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു സംശയവുമില്ല, ഇത്തവണ UDF മുസ്ലിം വോട്ടിന്റെ പകുതി പോലും കിട്ടില്ല. ഇത് സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ LDF സാധിച്ചു. അതുകൊണ്ട് തന്നെ LDF മുസ്ലിം വോട്ടിന്റെ പകുതിയിലധികം വോട്ടുകൾ ഒഴുകിയെത്താനാണ് സാധ്യത. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും UDF ഒരു വലിയ പതനത്തിലേക്ക് പോകും. BJPക്ക് അനുകൂലമായിട്ട് ക്രൈസ്തവ വോട്ടുകൾ പൂർണ്ണമായിട്ടും പോൾ ചെയ്യപ്പെടും പാലക്കാട്, ഒരു സംശയവും വേണ്ട. അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ കൂടി BJPയിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 6000 വോട്ട് വരും. കഴിഞ്ഞ തവണ 3000 വോട്ടിനാണ് BJP തോറ്റത്. ആ 3000 വോട്ടിന് കഴിഞ്ഞ തവണ BJP തോക്കുന്നിടത്ത് 6000 വോട്ടുമായിട്ട് ക്രൈസ്തവ വോട്ട് ബാങ്ക് വരികയും മുസ്ലിം വോട്ട് ബാങ്ക് UDFനും LDFനും ഇടയ്ക്ക് വീതിച്ചു പോവുകയും അതിൽ ഭൂരിപക്ഷം മുസ്ലിം വോട്ടും LDF പോവുകയും ചെയ്യുമ്പോൾ കെ സുരേന്ദ്രൻജി പറഞ്ഞത് വളരെ ശരിയാണ്. 1ാം സ്ഥാനത്ത് BJP വരും, 2ാം സ്ഥാനത്ത് LDF വരും, 3ാം സ്ഥാനത്ത് UDF വരും. ഇതൊരു ലിറ്റ്മസ് പരീക്ഷണമാണ്. പാലക്കാട് 1ാം സ്ഥാനത്ത് തുടർച്ചയായിട്ട് വിജയിച്ചു കൊണ്ടിരുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ UDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ യുഗം ആരംഭിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇത്രയും കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ട് ഈ വസ്തുതകൾ പറയാൻ കാരണം രാഷ്ട്രീയ പണ്ഡിതന്മാർ ഈ സത്യത്തെ വളച്ചൊടിക്കാനായിരിക്കും നാളെ ശ്രമിക്കുക. കാരണം ചാനലുകളും പത്രങ്ങളും രാഷ്ട്രീയ പണ്ഡിതന്മാരും വിദഗ്ധന്മാരും വിശകലന വിശാരദന്മാരും എല്ലാം മറച്ചു വെക്കാൻ പോകുന്ന ഒരു സത്യമാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ ശ്രീമാൻ E. ശ്രീധരൻ തോറ്റത് എവിടെയാ? ഒരൊറ്റ പഞ്ചായത്തിലെ തോറ്റിട്ടുള്ളൂ, പിരായിരി പഞ്ചായത്ത്. 24,000 വോട്ട് പോൾ ചെയ്ത പിരായിരി പഞ്ചായത്തിൽ BJPക്കും LDFനും, അതായത് NDAയ്ക്കും LDFനും കൂടെ കിട്ടിയ വോട്ട് 12,000. ആ 12,000 വോട്ടിനേക്കാൾ അധികം വോട്ടാണ് അവിടെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന് കിട്ടിയത്. എന്നാൽ ഇത്തവണ ആ പിരായിരി പഞ്ചായത്തിൽ 10% പോളിംഗ് കുറഞ്ഞു. വോട്ട് ചെയ്തിട്ടില്ല 10% പേര് കഴിഞ്ഞ തവണത്തെക്കാൾ. രണ്ടാമത് UDFന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് മാത്തൂർ പഞ്ചായത്ത്. മാത്തൂർ പഞ്ചായത്തിൽ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 5% വോട്ട് കുറഞ്ഞു. അപ്പോൾ 10% പിരായിരിൽ കുറഞ്ഞു, മാത്തൂരിൽ 5% കുറഞ്ഞു. കണ്ണാടി പഞ്ചായത്തിലെ കണക്കെനിക്ക് ലഭിച്ചിട്ടില്ല, എങ്കിലും കിട്ടിയ കണക്കനുസരിച്ച് വച്ചാൽ 2-നും 3-നും ശതമാനത്തിനിടയ്ക്ക് അവിടെയും കുറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമാണ്. കുറെ പേര് UDF മുസ്ലിം വോട്ടുകൾ ചെയ്യാൻ പോയിട്ടില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിന് പോയി. കോൺഗ്രസിലെ പരമ്പരാഗത കോൺഗ്രസ്സുകാരും കോൺഗ്രസിന് വേണ്ടി ചോര നീരാക്കി പ്രവർത്തിച്ച ചെറുപ്പക്കാരും ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ മറ്റാർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അല്ല, അവർ പോയിട്ടില്ല, ചെയ്തിട്ടില്ല. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഷാഫി പറമ്പിലിന് ശേഷം വന്ന രാഹുൽ മാൻകൂട്ടം ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ്, പത്തനംതിട്ടയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തട്ടിപ്പാണ് അടിസ്ഥാനം. നമുക്കറിയാമല്ലോ, സ്വന്തം പാർട്ടിക്കകത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരാളെ
പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കാൻ യാതൊരു സാധ്യതയില്ല. പാലക്കാട്ടെ കോൺഗ്രസിനകത്തെ കലാപത്തിന്റെ തെളിവാണല്ലോ LDF-ന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീൻ. അതുപോലെ തന്നെ എത്രയോ പേര് പ്രതിഷേധം നേരിട്ട് ബാലറ്റ് പേപ്പറിൽ തീർക്കുന്ന എത്രയോ പേര് അവിടെ ഉണ്ടാവും. അപ്പൊ അവരുടെ വോട്ടും കൂടെ വരുമ്പോൾ ഒരു സംശയവും വേണ്ട, കൃഷ്ണകുമാർ ആയിരിക്കും പാലക്കാട് വിജയിക്കുക. ഭൂരിപക്ഷം എത്രയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ആയിട്ടില്ല, കാരണം പോളിംഗ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഇത് ഒരു വലിയ ഗതിമാറ്റമാണ്. ഇത് പാലക്കാട് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. LDF-ന്റെയും UDF-ന്റെയും അണികളിൽ, അവരുടെ പ്രവർത്തകരിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഇത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതായത് ഇന്നലെ വരെ എന്താണോ പ്രവർത്തിച്ചത്, പറഞ്ഞത്, വിശ്വസിച്ചത്, ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന നേതൃത്വം ഗതികേട് കൊണ്ടാണെന്നറിയാം. അതായത് UDF രാഷ്ട്രീയത്തെ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ വിലക്കെടുത്ത് കഴിഞ്ഞു. അങ്ങനെ UDF രാഷ്ട്രീയത്തെ വിലക്കെടുത്ത് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അതിനോടുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ വോട്ടിംഗ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടാവും. ഈ വോട്ടിങ്ങിന്റെ കൂടെയാണ് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ സന്ദീപ് വാര്യരും കൂടെ ചെന്ന് കയറിക്കൊടുത്തത്. അപ്പോൾ സന്തോഷമായി ആൾക്കാർക്ക്. അതായത് ലീഗ് പിണങ്ങി, UDF-ലെ കോൺഗ്രസിനകത്തെ പണിയെടുത്തവരൊക്കെ പിണങ്ങി, അതുപോലെ തന്നെ മിതവാദികൾ, തീവ്രവാദികൾ എന്നുള്ള നിലയിൽ ഉള്ള ഒരു വേർതിരിവോടെ ഉണ്ടായി. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണങ്ങൾ പല കാരണങ്ങളാണ്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സംഘടിത ന്യൂനപക്ഷത്തിന്റെ അടിമകളായി ജീവിക്കാൻ രാഷ്ട്രീയ രംഗത്ത് ഇനി ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള വിപരീതമായിട്ടുള്ള അല്ലെങ്കിൽ വിരുദ്ധമായിട്ടുള്ള ഒരു മനോഭാവം വോട്ടിങ്ങിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും വരിക വോട്ടെണ്ണുമ്പോൾ എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളതും തോന്നുന്നതും. സർ, ഇതിലെ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടത്, ഒന്ന് നമ്മൾക്കറിയാം 2021 73.71% വോട്ട് പോൾ ചെയ്തിരുന്നു. ഇപ്രാവശ്യം അത് 70.51, ഏകദേശം 3% ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ട്. മറ്റൊന്ന് ഡോക്ടർ പി സരീൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം നമ്മൾക്കറിയാം പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്ത് തന്റെ ആശുപത്രിയിലും തന്റെ ഭാര്യയുടെ ആ ക്ലിനിക്കിലുമൊക്കെ നോട്ടീസ് പതിച്ച ആളാണ്. മുസ്ലിം വോട്ടുകൾ അത്തരത്തിലും ഭിന്നിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ഇടതുപക്ഷത്തേക്ക് കോൺഗ്രസ് വിട്ടുകൊണ്ട് വരും എന്നുള്ളത് കൂടി കൂട്ടിച്ചേർക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും. അതായത് ഇവിടെ ഒരു ധ്രുവീകരണം നടക്കുന്നുണ്ട്. ഇപ്പൊ UDF-ലകത്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്ന തീവ്രവാദ മനോഭാവമുള്ള ചെറുപ്പക്കാർ, അവര് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരായാലും, അവര് കോൺഗ്രസിനെ വിട്ടൊഴിയുന്നു എന്നുള്ള, അവിടെ നിന്നൊരു വലിയ ചോർച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അത് സരിന്റെ സരിൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്, സരിന്റെ കൂടെ എത്രയോ പേര് പോയി. ജനങ്ങളുമായി ബന്ധമുള്ള പ്രാദേശിക നേതാക്കന്മാര് ഒഴുകിപ്പോയത് ഇടതുപക്ഷത്തേക്കാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒലിച്ചുപോക്ക് സംഭവിക്കുന്ന സമയത്ത് ഇത് LDF-ലേക്ക് മാത്രം പോയി എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. ഇതിന്റെ ഗുണം BJP-ക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടു തരത്തിലാണ് ലഭിക്കുക. ഒന്ന്, BJP-യിലേക്ക് വോട്ട് എന്ന നിലയിൽ തന്നെ വരുന്നു. രണ്ട്, BJP-ക്ക് എതിരായിട്ട് വീഴേണ്ട വോട്ടുകൾ വോട്ട് ചെയ്യാൻ പോകാതിരിക്കുന്നു. 3% കുറവ് ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ നാളെ ഇതിന്റെ ഫൈനൽ കണക്കുകൾ വരുമ്പോൾ അതിൽ കൂടുതൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ BJP-ക്കെതിരെ LDF-ലേക്ക് വോട്ട് പോയി, അത് പോയത് UDF-ൽ നിന്നായതുകൊണ്ട് അത് BJP-ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. രണ്ട്, വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും BJP-ക്കെതിരായിട്ട് വരേണ്ട വോട്ടുകളായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാറ്റം, ഈ സാഹചര്യം BJP-ക്ക് അനുകൂലമാണ്. മറ്റൊന്ന് സാറ്, ഇപ്പൊ നമുക്കറിയാം ഇവിടെ ഈ വോട്ടിരട്ടിപ്പിന്റെ ഒരു പ്രശ്നം അത് നമ്മൾ എല്ലാ ഇലക്ഷനിലും കാണുന്നത് തന്നെയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിഞ്ഞുകൊണ്ട് വോട്ടിരട്ടിപ്പ് എന്ന് പറയുന്ന തട്ടിപ്പ് നടത്താറുണ്ട്. അത് ആയിരക്കണക്കിന് വോട്ടുകൾ, അതായത് ഒരു പഞ്ചായത്തിൽ തന്നെ 100-നും 200-നും മേലെയുള്ള ഓരോ വാർഡിൽ തന്നെ 10-ഉം 20-ഉം 30-ഉം വെച്ചൊക്കെ കൂട്ടുക. അത്തരത്തിൽ ഒരു പഞ്ചായത്തിൽ തന്നെ ആയിരക്കണക്കിന് വോട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒട്ടേറെ പഞ്ചായത്തുകൾ വന്നു ചേർന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ആ വോട്ടിരട്ടിപ്പിന്റെ ആ ഒരു ഭീഷണി ഉണ്ടാവുമോ? എങ്ങനെയായിരിക്കും അത് വരിക? ഇത്തവണ CPM-ന്റെ അത്തരത്തിലുള്ള പ്രയോഗത്തെ സമർത്ഥമായി നേരിടാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം BJP-യുടെ ഇത്തവണത്തെ ഇലക്ഷൻ സ്ട്രാറ്റജി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ഞാൻ അവിടെ നിന്ന് നേരിട്ട് ഉള്ള അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. ഒരിക്കലും BJP ഒരു ഇലക്ഷനിൽ പോലും 100% ബൂത്തുകളിലെ
സ്ക്വാഡ് വർക്ക് 100% വീടുകളിലേക്ക് എത്തിക്കാത്ത പാർട്ടിയാണ് BJP. അത് തൃശ്ശൂരിൽ ഇത്തവണ ചെയ്തു, അതിനുള്ള ഫലം ഉണ്ടായി. തിരുവനന്തപുരത്ത് ചെയ്തു, തിരുവനന്തപുരത്ത് മുന്നേറ്റം ഉണ്ടായി. പക്ഷേ മലബാർ ഭാഗത്തേക്ക് അങ്ങനെ ഒരു പ്രവർത്തനം BJPക്ക് അസാധ്യമായിരുന്നു. പക്ഷെ ഇത്തവണ എങ്ങനെയാണോ ഹരിയാനയിൽ ഒക്കെ പ്രവർത്തിച്ചത്, ശക്തമായി തിരിച്ചു വന്നത്, അതുപോലെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിന്റെ 184 ബൂത്തുകൾ ഉള്ളതിൽ മുഴുവൻ ബൂത്തുകളിലും അവിടുത്തെ മുഴുവൻ വീടുകളിലും BJP പ്രവർത്തകരെത്തി, പലതവണ എത്തി. കൃത്യമായിട്ടുള്ള സ്ക്വാഡ് വർക്ക് നടന്നു. വ്യക്തമായിട്ടുള്ള പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല, ഈ വീട്ടിലിരിക്കുന്ന വോട്ട് പലപ്പോഴും ബൂത്തിലെത്തിച്ച് ചെയ്യിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതികൾ. പക്ഷെ ഇത്തവണ നമ്മൾ TV-യുടെ മുമ്പിൽ ഇരുന്നപ്പോൾ കണ്ട കാഴ്ച എന്താ? പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഇതുവരെ കാണാത്തതുപോലെ വൃദ്ധജനങ്ങളെ വീൽ ചെയറിൽ കൊണ്ടുവരുന്നു, വാഹനങ്ങളിൽ കൊണ്ടുവരുന്നു, താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്നു, കൃത്യമായി വോട്ട് ചെയ്യുന്നു. 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ വീട്ടിൽ പോയി വോട്ട് ചെയ്യുന്നതിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കൃത്യമായിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഇപ്പൊ ബൈജു പറഞ്ഞതുപോലെ ജയിക്കേണ്ട ഒരു മണ്ഡലത്തിൽ വോട്ടുകൾ കൂടുതൽ ചേർക്കുകയും ഇല്ലാത്ത വോട്ടുകൾ നീക്കം ചെയ്ത് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ശുദ്ധീകരണവും ശാക്തീകരണവും ഇന്നലെ വരെ CPM അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് നടത്തിയതെങ്കിൽ ഇന്ന് CPM-നും കോൺഗ്രസിനും നടത്താൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി ഗംഭീരമായിട്ട് BJP അത് ചെയ്തു. അതുകൊണ്ടാണല്ലോ പല ആക്ഷേപങ്ങളും വരുന്നത്. ഈ ഇരട്ട വോട്ടിന്റെ ആക്ഷേപമൊക്കെ വരുന്നത് ആരാ? CPM ആണ് പറയുന്നത്, അല്ലെ കോൺഗ്രസ് ആണ്? ഇവരാണല്ലോ ഈ കാര്യത്തിൽ മാതൃക കാണിച്ചുകൊണ്ട് മിടുക്കന്മാരായി നിന്ന് പല സീറ്റുകളും തട്ടിയെടുത്തത്. പക്ഷെ ഇത്തവണ നിങ്ങൾ ചെയ്യുന്ന കളി നിങ്ങളെക്കാൾ ഭംഗിയായിട്ട് കളിക്കാൻ അറിയാം മക്കളെ എന്നുള്ള മട്ടിൽ ഇവർ രണ്ടുപേരും ചെയ്യുന്നതിൽ സമർത്ഥമായി BJP അത് ചെയ്തു, വളരെ ആസൂത്രിതമായിട്ട് ചെയ്തു. ഏതായാലും ഇലക്ഷന് ശേഷം ഇനി ഇവർ ഉയർത്താൻ പോകുന്ന കാര്യങ്ങൾ BJP ജയിച്ചു കഴിയുമ്പോൾ വോട്ടിംഗ് മെഷീനിലെ തകരാറ്, ഇരട്ട വോട്ട്, ഇങ്ങനെയൊക്കെയുള്ള സാങ്കേതികത്വം മാത്രമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, LDF-ഉം UDF-ഉം തെരഞ്ഞെടുപ്പ് രംഗത്ത് പയറ്റി തെളിഞ്ഞ തന്ത്രങ്ങൾ, അതിനപ്പുറമുള്ള തന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ട് പാലക്കാട് BJP. അതുകൊണ്ട് അട്ടിമറി വിജയം എന്നുള്ളത് തികച്ചും ഉറപ്പാണ്, സുനിശ്ചിതമാണ്. സർ, മാത്രമല്ല ഇപ്പോൾ ഇടതും വലതും അവിടെ മാറി മാറി ജയിച്ചിട്ടുണ്ട് കണക്കുകൾ പറയുന്നത്, കേരള പിറവിക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു കുത്തക മണ്ഡലമല്ല എന്ന് തന്നെ പറയാം. കാരണം ഇടതുപക്ഷ പാർട്ടിയും അവിടെ വിജയിച്ചിട്ടുണ്ട്. 6-ലധികം തവണ കോൺഗ്രസും പിന്നെ 3-ലധികം തവണ ഇതും വരുന്നുണ്ട്. പിന്നെ സ്വതന്ത്രനായിട്ട് വരുന്ന രീതിയിൽ വരുന്ന വിജയം വന്നിട്ടുണ്ട്. ഇത്തരത്തിലാകുമ്പോൾ കുത്തക മണ്ഡലം എന്ന് പറയാനും പറ്റില്ല. അത്തരത്തിൽ ആ രണ്ട് പക്ഷവും മാറി മാറി ജയിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ആളുകൾ പൊറുതിമുട്ടിക്കൊണ്ട് തന്നെ BJPക്ക് വോട്ട് കുത്തുന്ന ഒരു അന്തരീക്ഷവുമുണ്ട്. മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം വോട്ടുകളും അതല്ലെങ്കിൽ ഹിന്ദു വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ, ഇങ്ങനെ തരം തിരിച്ച് തന്നെ, ഇപ്പൊ ഇവിടെ എല്ലാതും മതം തിരിച്ച് തന്നെ പറയുന്നത് കൊണ്ട് തന്നെ നമുക്കും അത് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു വോട്ടിംഗ് റേഷ്യോ എങ്ങനെയാണ് സർ വരുന്നത്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വരുന്നത്? അവിടെ ഇപ്പോൾ 70% മുകളിൽ ഹിന്ദു വോട്ടാണ് വരുന്നത്. ഒരു 5% വരെ മാത്രമാണ് ക്രിസ്ത്യൻ വോട്ട് വരുന്നത്. 5% പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കി വരുന്നത് മുസ്ലിം വോട്ടാണ്. അപ്പൊ മുസ്ലിം വോട്ടിന് ശക്തമായ സാന്നിധ്യമാണ് കാണുന്നത്. അത് ഒരു ബ്ലോക്കാണ്, വോട്ട് ബാങ്കാണ്. അപ്പോൾ ആ വോട്ട് ബാങ്കിന്റെ പിൻബലത്തിലാണ് ഷാഫി പറമ്പിൽ അവിടെ കഴിഞ്ഞ 3 തവണയായി വിജയിച്ചത്. എന്ന് മാത്രമല്ല SDPI, PFI പോലെയുള്ള ധാരാളം പാർട്ടികളുണ്ടല്ലോ, ചെറുകിട പാർട്ടികൾ. ഇപ്പൊ INL ആണെങ്കിലും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ആണെങ്കിലും PDP ആണെങ്കിലും ഇവരൊക്കെ ഇത്തവണ എടുത്ത സമീപനം എന്താണെന്ന് കണ്ടോ? അവരുടെ ഒന്നും സ്ഥാനാർത്ഥികളില്ല. മാത്രമല്ല SDPI പരസ്യമായ പിന്തുണ UDF-ന് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ മുഴുവൻ ഒറ്റക്കെട്ടായി UDF-നെ സഹായിക്കുന്ന ഒരു നിലപാട് നമ്മളവിടെ കണ്ടു. പക്ഷെ ഓർക്കണം, തീവ്രവാദ ശക്തികളാണ്. ആ തീവ്രവാദ ശക്തികളുടെ സംഘടിത വോട്ട് കൃത്യമായും കോൺഗ്രസിലേക്ക് കൊടുത്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുക. കാരണം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നത് BJP. പക്ഷെ അവിടെയാണ് സന്ദീപ് വാര്യരുടെ ദൈവാനുഗ്രഹം കൊണ്ട് സന്ദീപ് വാര്യർ നേരെ അങ്ങോട്ട് പോയി ചേർന്നത്. അത് ഇടതുപക്ഷത്തേക്ക് ചേർത്തിരുന്നെങ്കിലോ എന്ത് ദയനീയമാകുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. മാത്രമല്ല UDF വളരെ ശക്തമാകുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സംഘടിത ശക്തി എന്നുള്ള നിലയിൽ മുസ്ലിമിന്റെ വോട്ട് ബാങ്കിന്റെ പ്രീണനം അല്ലെങ്കിൽ വിലപേശൽ ഇത്തവണ ചിതറിപ്പോയിട്ടുണ്ട്, 2 ഭാഗത്തേക്ക് പാളിപ്പോയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. അതിനനുസരിച്ചുള്ള റിസൾട്ട് വരികയും ചെയ്യും.
പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇസ്ലാമിക തീവ്രവാദ ശക്തികളിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താതെ പിൻവലിക്കുകയും അവർ പരസ്യമായി നോട്ടീസ് അടിച്ചുകൊണ്ട് UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഇവിടെ BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ട അവർ മുന്നോട്ട് വെച്ചുവെങ്കിലും അതും വിദഗ്ധമായി പാളിപ്പോയി. കാരണം എങ്ങനെ പാളിയെന്ന് ഞാൻ പറയാം. അതായത് കോൺഗ്രസ് ആണ് വഖഫ് നിയമം കൊണ്ടുവന്നത് എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെ ഇടയിൽ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഒരു ഇലക്ഷൻ ടൈം ആയിരുന്നു ഇത്. അതുകൊണ്ട് സംഘടിത ഇസ്ലാമിക വോട്ടിനെ ഇവരെത്ര ശക്തമായി പ്രകടിപ്പിച്ചാലും കൈവശമുള്ള ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്ന കാഴ്ചയായിരിക്കും 23-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമ്മൾ കാണുന്നത്. മറ്റൊന്നാണ് സാർ, നമ്മൾക്കറിയാം ഇപ്പോൾ ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് കെട്ടിയിറക്കപ്പെട്ട സ്ഥാനാർത്ഥിയാണ് രാഹുൽ എന്ന് നമ്മൾക്കറിയാം. പക്ഷെ മറ്റു 2 സ്ഥാനാർത്ഥികളും പാലക്കാട് തന്നെ, അവർക്ക് അവിടെ വോട്ട് പോലും ഉള്ളതാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഇപ്പൊ നാട് വിട്ടു വന്ന രാഹുലിനെ നമുക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാലും ഈ 3 സ്ഥാനാർത്ഥികളുടെ ആ ഒരു പ്രദേശവാസികളായിട്ടുള്ള 2 പേരുടെയും ഇദ്ദേഹത്തിന്റെയും അതുകൂടി എടുത്ത് പറയുകയാണെങ്കിൽ എങ്ങനെ കുറഞ്ഞ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, അതായത് കൃഷ്ണകുമാർ പാലക്കാട് സുപരിചിതനാണ്. അത് 2 അർത്ഥത്തിലുണ്ട്. ഇത്തവണ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, നമ്മൾ പാലക്കാട് നഗരസഭയിലൂടെ വോട്ട് ചോദിച്ചു പോകുമ്പോൾ പൊതുജനങ്ങൾ പരാതി പറയാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നില്ല. എന്നാൽ CPM ഭരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലേക്ക് ചെന്നു, അത് ഏത് പഞ്ചായത്തായിക്കോട്ടെ, ഇപ്പൊ പിരായിരി ആണെങ്കിലും കണ്ണാടി ആണെങ്കിലും മാത്തൂരാണെങ്കിലും ഏത് പഞ്ചായത്തിൽ ചെല്ലുമ്പോഴും ജനങ്ങൾ വന്ന് നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കുടിവെള്ളമില്ല. തോരാതെ മഴ പെയ്യുന്ന കാലഘട്ടമാണെന്ന് ഓർക്കണം. ഇവിടെ കുടിവെള്ളമില്ല, ഇവിടെ നല്ല റോഡില്ല, പരാധീനതകളാണ്. അതായത് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി സ്വർഗതുല്യമായ രീതിയിലുള്ള വികസനങ്ങൾ നടക്കുകയും അതല്ലാത്ത പ്രദേശം നരകതുല്യമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും നേരിട്ട് കാണുന്ന ഒരു ജനങ്ങൾ, വികസനം ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും BJP വോട്ട് ചെയ്യും. കഴിഞ്ഞ കാലഘട്ടം അത്രയും ഏതാണ്ട് 10 കാലഘട്ടം വീതം പാലക്കാടിനെ ഭരിച്ച LDF-ന്റെയും UDF-ന്റെയും കാപട്യവും അഴിമതിയും ജനങ്ങളോടുള്ള വിമുഖതയും വീട് വീടാന്തരം എത്തിച്ച BJP പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതികരണവും വരുമ്പോൾ കൃത്യമാണ് ഇവിടെ BJP ഏറ്റവും വലിയ കക്ഷിയായി മാറും. 2ാം സ്ഥാനത്തിന് വേണ്ടി UDF-ഉം LDF-ഉം മത്സരിച്ച് ആര് ജയിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ പറ്റും. സർ, ഞാൻ ഈ ഒരു ചർച്ചയിൽ ഈ സന്ദീപ് വാര്യർ എന്നുള്ള പേര് ഉച്ചരിക്കരുത് എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും ഇവിടെ ചോദിക്കാതെ ഒഴിവാക്കാനും പറ്റില്ല. പല ആളുകളും കമന്റ് ഇടുന്നുണ്ട്, നന്ദി ആരോട് നാം ചൊല്ലേണ്ടു എന്നുള്ള ആ വരികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സന്ദീപ് വാര്യരോട് മാത്രമാണ് BJP ജയിച്ചാൽ വലിയ നന്ദി പറയേണ്ടത് എന്നുള്ളത്. എന്തായിരിക്കും സർ നമ്മുടെ സന്ദീപ് വാര്യരുടെ അവസ്ഥ? ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചാലും തോറ്റാലും എങ്ങനെയായിരിക്കും അവസ്ഥ? BJP ജയിച്ചാലും തോറ്റാലും? ജയിച്ചാലും തോറ്റാലും എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ഇല്ല, ജയിക്കും. ജയം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം, നമ്മളെ പ്രതീക്ഷയും പ്രാർത്ഥനയും അത് തന്നെയാണ്. എന്നിരുന്നാലും അതായത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷമുള്ള സന്ദീപ് വാര്യർ അല്ലേ, അങ്ങനെ ചോദിക്കാം. അപ്പൊ ഇലക്ഷൻ റിസൾട്ടിന് ശേഷമുള്ള സന്ദീപ് വാര്യരുടെ അവസ്ഥ ഞാനൊരു നല്ല ഉദാഹരണ സഹിതം വ്യക്തമായിട്ട് പറയാം. PV അൻവർ കേരളത്തിലെ 22 മുൻനിര ചാനലുകൾ 3 ദിവസം തുടർച്ചയായിട്ട് 24 മണിക്കൂറിൽ ലൈവ് കാണിച്ചു. ഒരുപക്ഷെ കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ ആദ്യം നടന്ന സംഭവം. വൈദ്യുതി അത് ശ്രദ്ധിച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ ധരിച്ചത് ഇങ്ങനെ ഇവിടെ എന്തോ വലിയ സംഭവം ഉണ്ടാക്കാൻ പോകുന്നു. ചിലരൊക്കെ പറഞ്ഞു ഗൗരിയമ്മയെ പോലെയല്ല, MV രാഘവനെ പോലെയല്ല, അല്ലെങ്കിൽ KPR-നെ പോലെയല്ല, ഇങ്ങേര് കേരളത്തെ പിളർത്തും, മാത്രമല്ല കൂടെ മുസ്ലിം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എവിടെ പോയി? 3 ദിവസം കഴിഞ്ഞപ്പം ക്യാമറ ഓഫ് ചെയ്തതോടുകൂടി ഈ PV അൻവറിന്റെ പൊടി പോലും ഇല്ല കാണാൻ. PV അൻവറിന്റെ 1000-ലൊന്നും വലിപ്പമില്ലാത്ത ഈ പറഞ്ഞ ആള്, പേര് ഞാൻ പറയുന്നില്ല, ഇപ്പൊ ക്യാമറയുടെ കാലം കഴിഞ്ഞു, ആ വിഷയം വിട്ടു. ഇപ്പൊ എന്താ സംഭവം വന്നുകൊണ്ടിരിക്കും? ഇപ്പൊ നാളത്തെ ചർച്ച എന്താ? നാളത്തെ ചർച്ച സന്ദീപൊന്നുമല്ല. നാളത്തെ ചർച്ച ഇവിടെ ആര് ജയിക്കും എന്നതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ BJP വരുന്നു, മഹാരാഷ്ട്രയിൽ BJP വരുന്നു. എല്ലാ പ്രതീക്ഷകളും തെറ്റി മഹാവികാസ് അഘാഡി ഉണ്ടാക്കി. അതിനപ്പുറത്ത് ജാർഖണ്ഡിൽ വേറെ എന്തോ മുന്നണി ഉണ്ടാക്കി. ഹരിയാനയെ പറ്റി അബദ്ധമൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ ഇപ്പോ തകിടം മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നാളെ മുതൽ ചർച്ച നടക്കാൻ പോകുന്നത് പാലക്കാട് ആര് 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നുള്ള ചർച്ചയും മഹാരാഷ്ട്ര ജാർഖണ്ഡ് ചർച്ചയും കൂടി കടന്നു വരുന്നതോടുകൂടി ഇദ്ദേഹം ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകും. അതായത്
ഏക് ദിൻ കാ രാജ എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ ദിവസത്തെ രാജ്യം ഇത് മാത്രമേ ഉള്ളൂ. തീർന്നു എന്ന് പറഞ്ഞാൽ മതി. അതായത് ആ ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നാളെ മുതൽ നമ്മൾ കാണാൻ പോവുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് ഇന്ന സീറ്റ് കിട്ടും, ഞാൻ അവിടെ മത്സരിക്കും, മുസ്ലിങ്ങളെല്ലാം കൂടെ വന്ന് എനിക്ക് ടോട്ട് കുത്തും, ഞാൻ അങ്ങോട്ട് ജയിക്കും, പിന്നെ ഞാൻ അടുത്ത തവണ UDF വരും, അപ്പൊ ഞാൻ മന്ത്രിയാകും, അപ്പൊ ഇന്ന വകുപ്പായിരിക്കും എനിക്ക് കിട്ടുന്നത്, ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകും. പക്ഷേ ആ മനോരാജ്യമൊക്കെ കണ്ട് ഇയാൾ എവിടെയാണ് പോയി കിടന്നുറങ്ങുന്നത് എന്ന് ബാക്കിയുള്ളവർക്ക് കാണാൻ പോകുന്നില്ല. അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ള മറുപടി. സാർ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഇത് കേരളമാണ്, ഇത് കേരളമാണ്, ഇത് കേരളമാണ്. എന്തോ ഒരു വലിയ സംഭവം. കേരളം ആർക്ക്? ഇവർക്ക് രണ്ടു കൂട്ടർക്കും തീരെഴുതി കൊടുത്തത്, അതല്ലെങ്കിൽ ഇസ്ലാമിക ആ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന് അവർക്ക് തീവ്രവാദികൾക്ക് എഴുതി കൊടുത്ത പോലെയൊക്കെ. എങ്ങനെയാണ് സാർ അവര് ഇത് കേരളമാണ് എന്നൊരു അവകാശവാദത്തെ സാർ പറയുകയാണെങ്കിൽ? ഇത് കേരളമാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, സഖാവ് EMS നമ്പൂതിരിപ്പാട്. ഇത് കേരളമാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി അല്ലെങ്കിൽ രണ്ടാമതായി ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഇത് കേരളമാണ് എന്ന് പറഞ്ഞ EMSന് ശേഷം രണ്ടാമത് പിണറായി വിജയനാണ് പറഞ്ഞത്. എന്തായിരുന്നു EMSന്റെ അവസ്ഥ? വിമോചന സമരത്തിലൂടെ പുറത്തായി. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം 18 അല്ലെങ്കിൽ 19% മാത്രമുള്ള വിഭാഗം, കണക്കുകൊണ്ട് 54 ഉണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ 48% മാത്രമുള്ള ഹിന്ദുവും നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. അതായത് വിദ്യാഭ്യാസ രംഗം, വാണിജ്യ രംഗം, കാർഷിക രംഗം, സാമ്പത്തിക രംഗം, വ്യവസായം, വാണിജ്യം എന്ന് വേണ്ട സകല മേഖലകളും കഴിഞ്ഞ് സർക്കാർ മേഖലയും സർക്കാർ ഉദ്യോഗവും അടക്കം കംപ്ലീറ്റ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞു. ഇന്നലെ വരെ ഹിന്ദുവിനെ മതം മാറ്റണമെന്ന് നോക്കി നടന്നിരുന്ന ക്രിസ്ത്യാനിക്ക് ഇന്ന് മതമൊന്നും മാറ്റണ്ട, ഉള്ളവർ ഇവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു അങ്കലാപ്പിലാണ്. കാർഷിക മേഖലയിലെ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയിരുന്ന ആൾക്കാർ, തേയില എസ്റ്റേറ്റ്, റബ്ബർ എസ്റ്റേറ്റ്, കാപ്പി എസ്റ്റേറ്റ്, കുരുമുളക് എസ്റ്റേറ്റ്, ഏലം എസ്റ്റേറ്റ്, ഇതെല്ലാം കഴിഞ്ഞ് പണ്ട് മുരിക്കനെ പോലെയുള്ളവര് കായൽ പറ്റിച്ച് വലിയ കായൽ രാജാക്കന്മാര്, ഈ പറഞ്ഞ കക്ഷികളൊക്കെ ക്രൈസ്തവരാണ്. ഈ ക്രൈസ്തവർ ഇന്ന് നേരിടുന്ന വലിയ ഒരു ക്രൈസിസിന്റെ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. പണ്ട് റബ്ബറിന് ഭയങ്കരമായ വില വന്നപ്പോ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ 1500 മാരുതി കാർ ബുക്ക് ചെയ്തു. കമ്പനി ഞെട്ടിപ്പോയി. മാരുതി കമ്പനിയുടെ ആൾക്കാർ കാഞ്ഞിരപ്പള്ളി വന്ന് അന്വേഷണം നടത്തി, ഇതെങ്ങനെ ഒരു താലൂക്കിൽ 1500 കാർ ബുക്ക് ചെയ്തു? അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ റബ്ബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇതൊരു വലിയ സംഭവമാണ്, അത് വെട്ടിയാൽ ഇഷ്ടം പോലെ കാശ് കിട്ടും, കാശ് മിച്ചമാണ്, അങ്ങനെയാണ് ഈ കേരളം പിടിച്ചടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് സാമ്പത്തിക മേഖല പാടെ തകർന്നു. എന്താ? കാർഷിക മേഖല തകർന്നു. അങ്ങനെ കാർഷിക മേഖല തകർന്ന ക്രൈസ്തവരുടെ മക്കൾ മുഴുവൻ വിദേശത്തേക്ക് പോയി. ഇപ്പൊ ഉള്ള സ്ഥലവും വിറ്റ് അപ്പനമ്മമാരെയും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആഞ്ഞു നിൽക്കുമ്പോൾ പരിപൂർണമായിട്ടും കുറ്റിയറ്റ് പോകുന്ന ഒരു തലമുറയായിട്ട് അവശേഷിക്കുന്ന ക്രൈസ്തവൻ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോഴാണ് അവന്റെ നേരെ ന്യൂനപക്ഷാവകാശം അല്ലെങ്കിൽ വഖഫ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുതിര കയറുന്നത്. ആരെ രക്ഷിക്കാനുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരൻ രക്ഷിക്കുകയില്ല, കോൺഗ്രസ്സുകാരൻ രക്ഷിക്കുകയില്ല. കാരണം 18% ക്രിസ്ത്യാനിയുടെ വോട്ട് ബാങ്കിനേക്കാൾ വലുതാണ് 28%, 29% മുസ്ലിമിന്റെ വോട്ട് ബാങ്ക്. 18-നേക്കാൾ വലുതാണ് 28 കണ്ടപ്പോൾ ക്രിസ്ത്യാനിയെ പുറങ്കാല് കൊണ്ട് തൊഴിച്ചു മാറ്റിയിട്ട് മുസ്ലിമിന്റെ കൂടെ പോയി കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസും. രക്ഷിക്കാൻ ഒരൊറ്റ ശക്തിയെ കേരളത്തിലുള്ളൂ, BJP. ഇപ്പോൾ കേരളത്തിലെ ക്രൈസ്തവരപ്പാടെ BJPയിലേക്ക് ഒഴുകുകയാണ്, പ്രാണരക്ഷാർത്ഥം ഒഴുകുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഹിന്ദുവിന്. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളടക്കം വഖഫ് കൊണ്ടുപോകുന്നു, മക്കളെ മുഴുവൻ ലവ് ജിഹാദ് കൊണ്ടുപോകുന്നു. പിന്നെ എന്താ ചെയ്യുന്നത്? അപ്പൊ ക്രൈസ്തവരും ഹൈന്ദവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് എപ്രകാരമാണോ EMS മന്ത്രിസഭയെ പുറത്താക്കിയത്, അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാലൊടിച്ചു വിട്ടത്, അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. രണ്ടാം വിമോചന സമരം വരികയാണ്. ഈ രണ്ടാം വിമോചന സമരത്തില് ഒരു വശത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അണിനിരക്കുമ്പോൾ മറുവശത്ത് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അണിനിരക്കും. ആ ഫൈറ്റ് ആണ് ഇനി കേരളം കാണാൻ പോകുന്നത്. ആ ഫൈറ്റ് ആണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും കാണാൻ പോകുന്നത്. അത് പഞ്ചായത്താണെങ്കിലും അസംബ്ലി ആണെങ്കിലും പാർലമെന്റ് ആണെങ്കിലും. അങ്ങനെ രണ്ടാം വിമോചന സമരത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്.
സാർ സാറ് 9 മണിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നിരുന്നാലും നമുക്കറിയാം പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വഖഫ് വിഷയത്തിൽ ഒന്ന് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളത് ഇവരുടെ എക്കാലത്തെ ഒരു തന്ത്രം തന്നെയാണ്. ആ ഒരു വഖഫ് വിഷയം എങ്ങനെയാണ് സാർ ഇതിനെ കൃത്യമായിട്ട് ബാധിക്കുക, ഈ പിണറായി വിജയന്റെ അവകാശവാദത്തെയൊക്കെ പൊളിച്ചടുക്കി പറയുകയാണെങ്കിൽ? അതായത് വഖഫ് വിഷയം കേരളത്തില് കൃത്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തെ നാസർ കമ്മിറ്റിയാണ്. ഈ നാസർ കമ്മിറ്റിയാണ് ഇതിവിടെ നടപ്പാക്കണം, കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പൊ വഖഫിനെ സംബന്ധിച്ചിടത്തോളം വഖഫിന് രേഖയില്ല, വഖഫിന് റെക്കോർഡ്സ് ഇല്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തെ നാസർ കമ്മിറ്റി കൃത്യമായിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്ത് ഓരോന്നിന്റെയും കണക്കെടുത്ത് അതിന്റെ സർവേ നമ്പർ എടുത്ത് അതിന്റെ മുഴുവൻ വസ്തുതകൾ കോഡിഫൈ ചെയ്ത് ഇത് ഫയലാക്കി മാറ്റി. ഏറ്റവും വലിയ ചതിയാ ചെയ്തത്. നമ്മൾ നോക്കൂ, കർണാടകത്തിലെ കണക്കില്ല. കർണാടകത്തിൽ 29,000 ഏക്കർ ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എവിടെ കിടക്കുന്നു, എങ്ങനെ കിടക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിൽ നാസർ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് ഈ ആയിരക്കണക്കിന് ഭൂമി കൃത്യമായിട്ട് രേഖപ്പെടുത്തി ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിന് സർക്കാർ അംഗീകാരം കൊടുത്തത് CPM ആണ്. അതോടൊപ്പം 1995-ലും 2013-ലും നരസിംഹറാവുവിന്റെ മൻമോഹൻ സിംഗിന്റെയും സർക്കാരിന്റെ കാലത്ത് ഇത് നിയമമാക്കി മാറ്റി ഭരണഘടനയിൽ എഴുതി ചേർത്തത് കോൺഗ്രസ് ആണ്. അപ്പൊ രണ്ടുപേരും തുല്യമായിട്ട് ഇവരെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവർ രണ്ടുപേരും ഒന്നിച്ച് കൈപൊക്കിയത് 140 പേര്. ഇത് ഈ കേരളത്തിലെ ഹൈന്ദവനെയും ക്രൈസ്തവനെയും ഇന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കിയ, ഇതിന്റെ അപകടം മനസ്സിലാക്കിയ ഒരാളുണ്ട്, കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ്. അവര് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കാം, ഞങ്ങൾ ഇടപെടാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ബിഷപ്പുമാരുടെ പുറകെ നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഒത്തുതീർപ്പുണ്ടാക്കാൻ ഇവരാരാ? ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിൽ ഒത്തുതീർപ്പ് മതിയോ? കുഞ്ഞാലിക്കുട്ടി ഉണ്ടാക്കുന്ന ഒത്തുതീർപ്പ് കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെക്കുന്ന അക്ഷരങ്ങൾ മാഞ്ഞു പോവില്ല. ഭരണഘടന തിരുത്തണം. ഭരണഘടന തിരുത്തുന്നതിനെതിരായിട്ടാണല്ലേ 140 പേര് ഇവിടെ കൈപൊക്കിയത്. അങ്ങനെയെങ്കിൽ പിന്നെ ഭരണഘടന തിരുത്താൻ നിൽക്കുന്ന ആരാണ്? BJP ആണ്. BJP അത് തിരുത്തുമെന്ന് പറഞ്ഞാൽ തിരുത്തിയിരിക്കും. അങ്ങനെ തിരുത്തുന്നതോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയവും തിരുത്തപ്പെടും. അതായത് ഇന്ന് LDF UDF എന്ന് പറഞ്ഞ് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികളും ആ പാർട്ടികളും കേരളത്തിൽ അതിന്റെ നിലനിൽപ്പ് അസ്തമിക്കാൻ പോകുന്ന നടപടികളാണ് പാർലമെന്റിൽ വരാൻ പോകുന്ന ഈ ഭേദഗതി. പാർലമെന്റ് വരുമ്പോൾ ഇവരെതിർക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കാര്യം മനസ്സിലാവും, അവർ ഒറ്റക്കെട്ടാവും. അതോടുകൂടി ഈ രണ്ട് പാർട്ടികളും കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിന്ന്, രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കപ്പെടും. ഓക്കെ, മാന്യപ്രേക്ഷകരെ, ഈ ഒരു സെഷൻ നമ്മൾ സാറിന് 9 മണിക്ക് മറ്റൊരു ചർച്ചയുള്ളത് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഇതിന്റെ ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ ജയസൂര്യ സാറോട് അഭ്യർത്ഥിക്കുകയാണ്, നാളെ നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ട് കണക്കുകൾ കിട്ടിയതിന് ശേഷം ഒന്നുകൂടെ ഏതെങ്കിലും ഒരു സമയത്ത് ഇരിക്കണം എന്നൊരു വലിയ അഭ്യർത്ഥന വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ച നാളെ ഉണ്ടാവും. മാന്യപ്രേക്ഷകർ ആയിരക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം പാലക്കാട് ഒരു അഭിമാനത്തിന്റെ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഇവിടത്തെ ഉള്ള നിലനിൽപ്പിന്റെ, അതല്ലെങ്കിൽ ജീവിച്ചു പോകാനുള്ള അവകാശത്തിന്റെ, അവരുടെ ആ വരാനിരിക്കുന്ന തലമുറയുടെ ആ വലിയ ഭീഷണി നേരിടാൻ പോകുന്ന വസ്തുതകൾ, ഒരുപാട് കാരണങ്ങൾ ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ജയം എന്നതിന്റെ അപ്പുറത്തോട്ട് നമുക്ക് വേറൊന്നില്ല എന്നുള്ളതാണ്. അത് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഫാക്ടറിനെ ഒഴിവാക്കുക തന്നെ വേണം നമ്മൾ. അയാളല്ല നമ്മുടെ സംഘടനയുടെ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഈ നാടിന്റെ കാര്യങ്ങളുടെ സ്പന്ദനം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിക്കാൻ. ജയസൂര്യ സാർ, ഒരുപാട് നന്ദി. കൃത്യമായിട്ടും കാര്യങ്ങൾ വിശകലനം ചെയ്തു. നാളെ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാമെന്ന ആ ഒരു ഇതോടുകൂടി തന്നെ ശുഭരാത്രി. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടാണ് ജയസൂര്യൻ സാർ കൺക്ലൂഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായിട്ടും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ പുറത്തുവിടേണ്ടതുണ്ട്. നമ്മൾക്ക് കഴിഞ്ഞ ദിവസത്തെ പാലക്കാടുള്ള ആ നടന്ന ഇലക്ഷന്റെ വിവരങ്ങൾ ഇന്നിപ്പോൾ പാലക്കാട് നിന്ന് പൊട്ടലും ചീറ്റലുകളും ഒക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ചാനലുകളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് എത്രാം സ്ഥാനത്തേക്ക് എന്നതിനേക്കാളുപരി ഈ BJP-യിൽ നിന്ന് പോയിട്ടുള്ള സന്ദീപ് വാര്യരെ കുറിച്ചുള്ള യുദ്ധങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഉള്ളിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് സാർ പുതിയ അപ്ഡേഷൻ വരുന്നത് പാലക്കാടിനെ ഉദ്ധരിച്ചുകൊണ്ട്?
പാലക്കാടിനെ സംബന്ധിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയപ്പോൾ ബാക്കി വെച്ച ഒരു പോയിന്റ് ഉണ്ട്, പ്രധാന പോയിന്റാണ്. കഴിഞ്ഞ 3 അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ UDFന്റെ വോട്ട് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. അതായത് UDFന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടിന്റെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും വോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം ഷാഫി പറമ്പിൽ 3000-ൽ ചില്ലുവാനം വോട്ടിനാണ് ജയിക്കുന്നത്. എന്നാൽ സാധാരണ UDFന്റെ വോട്ട് കുറയുമ്പോൾ ആ വോട്ട് LDFിലേക്കാണ് പോവേണ്ടത്. എന്നാൽ ഇവിടെ കാണുന്ന കാഴ്ച അതല്ല. LDFന്റെ വോട്ട് UDFനേക്കാൾ ഏറെ കുറയുകയാണ്. ഇത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിന്റെ ചിത്രങ്ങൾ വളരെ വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റേതൊരു മണ്ഡലത്തിൽ നിന്നും വ്യത്യസ്തമാണ് പാലക്കാട് മണ്ഡലത്തിന്റെ ചിത്രം. UDFന് വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് വിജയിക്കുന്ന പാർട്ടിയായ UDFന്റെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷം എന്ന് അവകാശപ്പെടുന്ന LDFന്റെ വോട്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ വൻതോതിൽ വോട്ട് കൂടുന്നത് NDAയുടെ മാത്രമാണ്. NDAക്ക് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും 8000, 10000 വോട്ടുകൾ വീതമാണ് കൂടിയത്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. LDFന്റെ വോട്ടുകളും UDFന്റെ വോട്ടുകളും കുറഞ്ഞു എങ്കിൽ അത് വർദ്ധിച്ചത് BJPയുടെ അക്കൗണ്ടിലാണ്. ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സുവ്യക്തമായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരൊറ്റ കണക്കെടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും LDFന്റെയും UDFന്റെയും വോട്ടുകളുടെ ചോർച്ച BJPയിലേക്ക് വന്നതുകൊണ്ട് BJPക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, വിജയത്തിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുന്നു. എന്നാൽ ഇത്തവണ ഉണ്ടായ ആ ഒരു വ്യത്യാസം ഇതിനേക്കാൾ ഭയാനകമാണ്. ഭയാനകം എന്ന് പറയുമ്പോൾ LDFന്റെയും UDFന്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് BJPയിലേക്ക് പോവാതിരിക്കാൻ ഉള്ള ശ്രമം, അതായത് UDFന് വോട്ട് കുറഞ്ഞാൽ അഥവാ LDFന് വോട്ട് കുറഞ്ഞാൽ അത് BJPയിലേക്ക് പോവാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് PV അൻവറിന്റെ പാർട്ടി അവിടെ മത്സരിച്ചിട്ടില്ല. SDPI പരസ്യമായ പിന്തുണ UDFന് കൊടുത്തിട്ടുണ്ട്. INLും അതുപോലെ തന്നെ മുസ്ലിം ലീഗും പിന്നീട് വെൽഫെയർ പാർട്ടിയും PDPയും അടക്കമുള്ള മുസ്ലിം ചെറുകിട പാർട്ടികൾ, തീവ്രവാദി പാർട്ടികൾ എന്ന് അവരെ വിളിക്കാൻ മാത്രം പ്രത്യേകിച്ചൊന്നും വിളിക്കേണ്ട കാര്യമില്ല. മുസ്ലിം ലീഗും തീവ്രവാദി പാർട്ടിയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലായി, മറനീക്കി മനസ്സിലായി വഖഫിന്റെ വിഷയം വന്നപ്പോൾ. അപ്പോൾ ഇസ്ലാമിക പാർട്ടികളെല്ലാം കൃത്യമായി UDFന്റെ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് ചെയ്ത വലിയൊരു അബദ്ധമാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു. കോൺഗ്രസിന്റെ ഉള്ളിൽ യാതൊരുവിധ ചർച്ചയും നടത്താതെ, കൂടിയാലോചനയില്ലാതെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചത് തെറ്റായി പോയി എന്ന് പട്ടാമ്പിയുടെ മുൻ MLA മുഹമ്മദ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസിനെ ലീഗ് ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിന്റെ അകത്ത് ചർച്ച നടത്തിയാൽ സന്ദീപ് വാര്യരെ എടുക്കാനുള്ള തീരുമാനത്തിന് ഭൂരിപക്ഷം കിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ചർച്ചയൊന്നും വേണ്ട, മുസ്ലിം തീവ്രവാദികൾ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി എന്നുള്ള അന്ത്യശാസനം മുസ്ലിം തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി മുട്ടുമടക്കി സാഷ്ടാംഗം നമസ്കരിച്ച് സകലതും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ തീരുമാനം ആര് ചെയ്തു? തീരുമാനം മുസ്ലിം ലീഗ് ചെയ്തു. ആ മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിന് വിധേയമായിട്ട് മാത്രമാണ് സന്ദീപ് വാര്യര് കോൺഗ്രസിൽ ചേർന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. അതിനുശേഷം പാണക്കാട് തങ്ങളെയും ജെഫ്രി മുത്തുക്കോയ തങ്ങളെയും സന്ദീപ് വാര്യര് പോയി കണ്ടത്. കാരണം സന്ദീപ് വാര്യരെ സ്റ്റേജിൽ വെച്ച് കയ്യിൽ പിടിച്ച് ആനയിച്ചത് VD സതീശനായിരിക്കാം, അല്ലെങ്കിൽ സുധാകരനായിരിക്കാം. പക്ഷെ സുധാകരനെ കൊണ്ടും VD സതീശനെ കൊണ്ടും കയ്യിൽ പിടിപ്പിച്ചത് ജെഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട് തങ്ങളുമാണ്. അപ്പോൾ കൃത്യമായും ഈ ഓപ്പറേഷൻ നടത്തിയത് ഇസ്ലാമിക തീവ്രവാദികളാണ്. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ സന്ദീപ് വാര്യരെ അകത്തേക്ക് കൊണ്ടുവന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇത് കോൺഗ്രസിന് തിരിച്ചടിയായി, ഇത് ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ അതിതീവ്രവാദികൾക്കും തിരിച്ചടിയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച സംഭവിച്ചു. നമുക്കറിയാം, പിരായിരി പഞ്ചായത്ത്
കഴിഞ്ഞ തവണ ആ ഒരൊറ്റ പഞ്ചായത്താണ് BJP തോപ്പിച്ചത്. വോട്ട് എണ്ണി വന്നു. അവസാനം BJP 6000 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. വ്യക്തമായ മുൻതൂക്കമുണ്ട്. BJP വിജയിക്കുമെന്ന് വന്നപ്പോൾ പ്രായിരി പഞ്ചായത്തിന്റെ വോട്ട് എണ്ണാനെടുത്തു. അവിടെ 12000 വോട്ടാണ് കോൺഗ്രസിന് കിട്ടിയത്. മറിച്ച് BJPക്കും ഇടതുപക്ഷത്തിനും കൂടി ഒന്നിച്ച് കിട്ടിയത് 12000 വോട്ടിന് താഴെയാണ്. അതായത് LDFനും NDAയ്ക്കും കൂടെ കിട്ടിയ ആകെ വോട്ടിനേക്കാൾ കൂടുതൽ UDFന് വോട്ട് കൊടുത്ത പഞ്ചായത്തായിരുന്നു പ്രായിരി പഞ്ചായത്ത്. ആ പിരായിരി പഞ്ചായത്താണ് ഇത്തവണ 10% വോട്ടിന്റെ ഇടിവ് കാണിക്കുന്നത്. ആരുടെ വോട്ടാണ് ഇടിഞ്ഞതെന്നുള്ളത് വ്യക്തമാണ്. BJP വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല, അല്ലെങ്കിൽ CPM വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. അവരുടെയും പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പിന്നെ വോട്ട് ചെയ്യാതിരുന്നത് ആരാണ്? ഇവിടെയാണ് കോൺഗ്രസിന് പറ്റിയ അവസ്ഥ. മാത്തൂർ പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്തും UDFനെ വളരെ വ്യക്തമായി സഹായിച്ച പഞ്ചായത്തുകളാണ്. അവിടെയും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, സന്ദീപിനെ എടുത്തത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് കോൺഗ്രസിലെ പരിശുദ്ധ മതേതര വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെയോ ഇസ്ലാമിക തീവ്രവാദികളിലെ അതിതീവ്രവാദികളായിട്ടുള്ള ആൾക്കാർ, അതായത് സംഘപരിവാറിനെ RSSൽ നിന്ന് RSSന്റെ ഗണവേഷമിട്ട ഒരു സ്വയം സേവകൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത അതിതീവ്രവാദ മുസ്ലിം തീവ്രവാദ പാർട്ടികൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരുടെ വോട്ട് ചോർന്നിട്ടുണ്ട്. അത് എങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ BJPയിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ കുറെ വോട്ട് LDFലേക്ക് പോയി. എന്നാൽ കോൺഗ്രസിന്റെ ശുദ്ധാത്മാക്കളും തീവ്രവാദി ഇസ്ലാമിന് ഏറ്റവും വലിയ വക്താക്കളും ചെയ്ത മറ്റൊരു കാര്യം കൂടി നമുക്ക് സങ്കല്പിക്കാം, വോട്ട് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ രണ്ടു തരത്തിലാണ് വന്നത്. ഒന്ന്, ഒരു വിഭാഗം വോട്ട് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഒരു വിഭാഗം LDFലേക്ക് വോട്ട് കൊടുത്തു. ഇത് രണ്ടും വെച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും UDF 3-ാം സ്ഥാനത്തേക്കാണ് പോകുന്നത്. ഈ 2ാം സ്ഥാനവും 3-ാം സ്ഥാനവും തമ്മിൽ കഴിഞ്ഞ തവണയുള്ള വ്യത്യാസം, 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 3000 വോട്ടിന്റെയാണ്. അപ്പോൾ ചെറിയ 1500 വോട്ടിന്റെ ഷിഫ്റ്റ് വന്നാൽ ഈ 1-ാം സ്ഥാനം 3-ാം സ്ഥാനത്തേക്ക് പോകാൻ അധികം സമയമില്ല. അതുകൊണ്ടാണ് BJP അധ്യക്ഷൻ സുരേന്ദ്രൻ കൃത്യമായി പറഞ്ഞത് 3-ാം സ്ഥാനത്ത് പോകും എന്നുള്ളത്. അപ്പോൾ ഇത് അവിടുത്തെ ഓരോ പഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാലും പൊതുവായി എടുത്ത് പരിശോധിച്ചാലും എല്ലായിടത്തും ഏതാണ്ട് ഒരേ തരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പിരായിരി പഞ്ചായത്തിൽ കൂടുതൽ വോട്ട് വന്നത് അവിടെ കൂടുതൽ വോട്ടുണ്ട് എന്നുള്ള ഒരു വലിയ പഞ്ചായത്ത് ആയതുകൊണ്ട് കൂടിയാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു വോട്ടില് നമുക്കിത് കാണാൻ പറ്റില്ല. പൊതുവെ എല്ലാ പഞ്ചായത്തുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പൊതുവെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ പൊതുവെ ഇത് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ, ഒരു കാലത്തും BJPക്ക് അനുകൂലമല്ലാതിരുന്ന വോട്ടുകൾ. എന്നാൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം 6000 വോട്ടേ ഉള്ളൂ. അത് വലിയൊരു വോട്ടല്ല എന്ന് പറയാം. പക്ഷെ 3000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒരാൾ വിജയിക്കുകയും 1ഉം 2ഉം സ്ഥാനം തമ്മിലുള്ള വ്യത്യാസം കേവലം 3000 വോട്ടായി നിൽക്കുകയും ചെയ്യുന്നിടത്ത് 6000 ക്രിസ്ത്യൻ വോട്ട് അവിടെ ഉണ്ട്. ഒന്നിച്ച് വോട്ട് ചെയ്യാൻ അറിയാവുന്ന ജനതയാണ് ക്രിസ്ത്യാനികൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ മുനമ്പം വിഷയം കത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ പാലക്കാട് പ്രദേശങ്ങൾക്കുള്ളിൽ പോലും വഖഫ് ഭൂമിയുടെ നോട്ടീസ് കിട്ടിയ അവസരത്തിൽ ക്രിസ്ത്യൻ മത ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഏക രക്ഷ എന്ന് പറയുന്നത് BJP മാത്രമാണ്. കാരണം LDFും UDFും ഇതിന് എതിരായിട്ട്, അതായത് നിയമ ഭേദഗതിക്കെതിരായിട്ട് നിയമസഭയിൽ കൈപൊക്കിയവരാണ്. അപ്പോൾ പിന്നെ ആ ക്രിസ്ത്യൻ വോട്ടും BJPയിലേക്ക് വന്നിട്ടുണ്ട്. ഇത്രയും കൊണ്ട് തന്നെ ഏതൊരാൾക്കും സുവ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് BJP പാലക്കാട് പിടിച്ചു കഴിഞ്ഞു. UDF 3-ാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് LDF ആയിരിക്കും. എവിടെ നിന്ന് വന്ന വോട്ടാണെങ്കിലും LDFന്റെ വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. സരിൻ എന്ന സ്ഥാനാർത്ഥിയുടെ മിടുക്ക് കൊണ്ടല്ല, പ്രാഗൽഭ്യം കൊണ്ടല്ല, മറിച്ച് CPM എടുത്തിലുള്ള ഏതെങ്കിലും ഒരു നിലപാട് കൊണ്ടുമല്ല. സാമൂഹിക സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രതികൂല വോട്ട്, നെഗറ്റീവ് വോട്ട് കൊണ്ട് LDFന് കൂടുതൽ സപ്പോർട്ട് കിട്ടും. അതാണ് ഇപ്പോൾ കാണുന്ന വ്യക്തമായ ചിത്രം.
സാർ നമ്മൾക്കറിയാം, ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി സാറ് ജയിച്ച് MP ആയി കേന്ദ്രമന്ത്രിയായി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ആ ജയത്തെ ഇന്നും ആ അസൂയ കൊണ്ട് അതല്ലെങ്കിൽ അതിന്റെ ആ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടി പൂരം കലക്കിക്കൊണ്ടാണ് BJPയും RSSും പൂരം കലക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ഇകഴ്ത്തി കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും മറ്റന്നാളത്തെ 23-ലെ ഈ ഫലം കാത്തിരിക്കുന്നത് നമ്മൾക്ക് ഇനി കേൾക്കാൻ വോട്ടിംഗ് മെഷീനിലെ കംപ്ലൈന്റ് നമ്മൾ സ്ഥിരം കേട്ട് മടുത്തതാണ്. ഇനി അത്തരത്തിൽ വരാനിരിക്കുന്ന ഒരു ആക്ഷേപം എന്തായിരിക്കാം? സാറിന്റെ ഒരു പ്രഡിക്ഷൻ എന്താണ്? തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ NB മുഹമ്മദ് മുൻ MLA അത് പുറത്താക്കിയിട്ടുണ്ട്. അതായത് തോറ്റാൽ അത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് തോറ്റു, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വോട്ടിന്റെ കൺസോൾട്ടേഷൻ കൊണ്ട് തോറ്റു. അല്ലാതെ UDFന്റെ പോരായ്മയല്ല, LDFന്റെ പോരായ്മയല്ല, ഞങ്ങളുടെ ആരുടെ കുറ്റമല്ല. ഏതായാലും ഈ ശാപം മുഴുവൻ ഏക്കാൻ വേണ്ടി ശപിക്കപ്പെട്ട ഒരു ജന്മം അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നതിന്റെ ഫലവും കൂടി കൃത്യമായിട്ടും സന്ദീപിന്റെ തലയിൽ വെച്ച് കിട്ടും. അതായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമ്മൾക്കറിയാം സർ, പാലക്കാട് BJP അത്യുഗ്രമായിട്ടുള്ള പോരാട്ട വിജയം നേടുന്നു. ഇത് നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിന് കിട്ടുന്ന വലിയൊരു സന്ദേശം, അതല്ലെങ്കിൽ BJPക്ക് കിട്ടുന്ന വലിയൊരു ആ ഒരു വഴി തുറന്നു കിട്ടുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷന് വലിയ സമയമൊന്നുമില്ല, 2-2.5 വർഷത്തിന് കഷ്ടിയുള്ളൂ. ഇതൊക്കെ എന്തായിരിക്കും ഇതിന്റെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള രീതിയിൽ വരാനിരിക്കുന്ന സമയം? ഇവിടെ ഏറ്റവും വലിയ ഒരു ആഫ്റ്റർ എഫക്ട് വരാൻ പോകുന്നത്, ഇന്നലെ വരെ BJP തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന് കരുതിയിരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗം BJPയെ തുറന്ന് സ്വീകരിക്കുന്ന ഒരു മാനസികാവസ്ഥ രാഷ്ട്രീയ രംഗത്ത് വരാൻ പോവാണ്. ഇതാണ് ഇവിടെ വരാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, BJPയെ വിജയിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന രീതിയിൽ LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, ക്രോസ് വോട്ടിംഗ്. ഈ ക്രോസ് വോട്ടിങ്ങിന് നിന്നുകൊടുക്കാൻ UDFിലെയും LDFിലെയും ഹിന്ദുക്കളായിട്ടുള്ള അടിമകൾ ഇനി തയ്യാറാകും എന്ന് കരുതേണ്ടതില്ല. കാരണം ഈ കേരള രാഷ്ട്രീയത്തെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള രാഷ്ട്രീയവും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള രാഷ്ട്രീയവും രണ്ട് രാഷ്ട്രീയമാണ്. അതായത് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ രാഷ്ട്രീയം മുസ്ലിം ലീഗ് തീരുമാനിക്കും. കോൺഗ്രസിലാണെങ്കിലും CPMലാണെങ്കിലും മുസ്ലിം ലീഗ് തീരുമാനിക്കും. തെക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയം ക്രൈസ്തവ സംഘടനകൾ തീരുമാനിക്കും. അതായത് തെക്കൻ കേരളം, തിരുവിതാംകൂറും കൊച്ചിയും അടങ്ങുന്ന പ്രദേശം ക്രൈസ്തവ സംഘടനകളും മലബാർ പ്രദേശം മുസ്ലിം സംഘടനകളും തീരുമാനിക്കും. ഹിന്ദുക്കൾ വെറുതെ നോക്കുകുത്തികളായിട്ട് അവിടെ നിൽക്കും. ഇവർ രണ്ടുപേരും കാര്യങ്ങൾ തീരുമാനിക്കും. പക്ഷെ ഇന്നിപ്പോൾ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ ക്രൈസ്തവ ന്യൂനപക്ഷം ഹിന്ദു ഭൂരിപക്ഷവുമായി സംയോജിച്ചുകൊണ്ട് ഇസ്ലാമിക കടന്നാക്രമണത്തെ തടയിടാൻ വേണ്ടി പ്രതിരോധ നിര സൃഷ്ടിക്കുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രണ്ടാം വിമോചന സമരം എന്നുള്ള പഴയ തന്ത്രം പുറത്തെടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കും അവരുടെ കൂടെ നിൽക്കുന്നവർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം മലപ്പുറം ജില്ലയിലെ പോക്കറ്റിൽ അവർക്ക് മുസ്ലിം ലീഗിന് ജയിക്കാനായിട്ട് സാധിക്കും, മുസ്ലിം ശക്തികൾക്ക് ജയിക്കാൻ സാധിക്കും. എന്നാൽ അതിന് പുറത്ത് ഇപ്പൊ കണ്ണൂരിലാണെങ്കിലും കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും മുസ്ലിം പിന്തുണയില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയുണ്ട്. UDFനും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ UDFനുള്ളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലും ഈ ബാന്ധവത്തിനെതിരായിട്ടുള്ള പുനർവിചിന്തനം വരുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന്റെ സാധ്യതകൾ മലബാറിലും അന്വേഷിക്കപ്പെടും. ഇത് തീർച്ചയായിട്ടും അഖില കേരള അടിസ്ഥാനത്തിൽ വരുമ്പോൾ തിരുക്കൊച്ചി മാത്രമല്ല, മലബാറിലെയും പല പ്രദേശങ്ങളും, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞാൽ കുടിയേറ്റ ക്രൈസ്തവ കർഷകർക്ക് മുൻതൂക്കം വരുന്ന മലയോര പ്രദേശങ്ങളിലും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും കൂടി ചേർന്നാൽ രാഷ്ട്രീയ വിജയം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളും അത് കൃത്യമായി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഭാവിയിൽ. അങ്ങനെയുള്ള മണ്ഡലങ്ങളിലും ഉണ്ടാകുന്ന രാഷ്ട്രീയ മുന്നേറ്റത്തിനെ തടഞ്ഞു നിർത്താൻ മുസ്ലിം കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടിന് കഴിയാതെ വരും. അതായത് 140 എന്നുള്ള നിലയിലേക്ക് വരും. 100 സീറ്റ് ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തിനും 40 സീറ്റ് മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ഐക്യത്തിനും എന്ന നിലയിലേക്ക് വീതിക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഹൈന്ദവ ക്രൈസ്തവ മുന്നേറ്റം എക്കാലവും തുടർന്ന് ഭരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായിട്ട് മാറും. അതിൽ
UDFന്റെ ഇന്നത്തെ ഘടന മാറും. UDFനകത്ത് നിൽക്കുന്ന ഘടകകക്ഷികളിൽ പല കക്ഷികളും LDFിൽ ഇപ്പോൾ നിൽക്കുന്ന ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും NDAയുടെ ഭാഗമായിട്ട് മാറിയാൽ ഞാൻ ഈ പറഞ്ഞ 100-40 എന്ന അവസ്ഥ വരും. BJPയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് 100 സീറ്റും BJP എതിർക്കുന്നവർക്ക് 40 സീറ്റും. ഞാനിതൊക്കെ പറയുമ്പോൾ ഇത് ഒരു കടന്ന മോഹമല്ലേ, ഒരു BJPക്കാരന്റെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അല്ല എന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരാം. 20% വോട്ടുള്ള BJPക്ക് ഇന്ന് കേരളത്തിൽ ഒറ്റ സീറ്റും ഇല്ല. എന്നാൽ 8% വോട്ടുള്ള മുസ്ലിം ലീഗിന് 15 അസംബ്ലി സീറ്റ് ഉണ്ട്, 2 പാർലമെന്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ 8% മുസ്ലിം ലീഗിന് 15 അസംബ്ലി സീറ്റ്, ആ 15 എന്നുള്ളത് പലപ്പോഴും 19 വരെ ആയിട്ടുണ്ട്, ഇപ്പൊ 15 അസംബ്ലി സീറ്റും 2 ലോക്സഭാ സീറ്റും വിജയിക്കാമെങ്കിൽ 20% വോട്ടുള്ള BJPയോടൊപ്പം ചേരാൻ കഴിയുന്ന ഇന്നത്തെ UDFിലെ ഘടകകക്ഷികൾ, LDFിലെ ഘടകകക്ഷികൾ, LDFിലെ മാണി കേരള കോൺഗ്രസിനെയും ഞാൻ ഈ കാര്യത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ 100 സീറ്റിലേക്ക് വരും, ഒരു സംശയവും വേണ്ട. ഇതിന്റെ മറ്റൊരു തെളിവാണ് ക്രൈസ്തവ ബിഷപ്പുമാരുടെ തീരുമാനം. നമ്മൾ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, കേരളത്തിൽ കേരള കോൺഗ്രസുകൾ ഒന്നിച്ചു, ജോസഫും മാണിയും ഒന്നിച്ചു. എന്തിനാ ഒന്നിച്ച്, ആര് പറഞ്ഞിട്ടാ ഒന്നിച്ചെന്ന് ആർക്കും അറിയില്ല. പക്ഷെ നമുക്കറിയാം ബിഷപ്പുമാരുടെ തീരുമാനമായിരുന്നു എന്ന് പറയുന്ന പോലെ ബിഷപ്പുമാർ മുനമ്പം വിഷയത്തെ തുടർന്നെടുക്കുന്ന ഒരു തീരുമാനം, വഖഫ് വിഷയത്തിൽ ഉണ്ടാക്കുന്ന ഒരു തീരുമാനം, വേണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ചോളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതാ BJPക്ക് പിന്തുണ കൊടുക്കുന്നു എന്ന് ബിഷപ്പുമാര് തീരുമാനമെടുക്കുന്ന സമയം മാണിയും ഒന്നിക്കും, ജോസഫും ഒന്നിക്കും, ജേക്കബും ഒന്നിക്കും, ബാക്കി ഏതാണ്ട് ഒരു ഡസണിൽ പരം കേരള കോൺഗ്രസ് ഉണ്ട്. ഈ ഒരു ഡസൺ കേരള കോൺഗ്രസും ബിഷപ്പുമാരുടെ നിർദ്ദേശമനുസരിച്ച് BJPയോടൊപ്പം നിൽക്കേണ്ടി വരും. അത് അവരുടെ വിജയ ഫോർമുലയായി മാറുകയും ചെയ്യും. അപ്പോൾ ക്രൈസ്തവ വോട്ട് ബാങ്ക് അപ്പാടെ 20% വരുന്ന BJPയോട് ചേരുമ്പോൾ BJPക്കും ഇവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്കിനും കൂടി കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും കുറഞ്ഞത് 30% വോട്ട് ഷെയർ വരും. ഈ 30% വോട്ട് ഷെയർ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും ഹിന്ദുക്കൾ ചിന്തിക്കും, നമ്മൾ ഇനിയും അടിമകളാവേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും ഹിന്ദുക്കളിൽ ഒരു 1/3, ഞാൻ മുഴുവൻ പറയുന്നില്ല, പകുതി പറയുന്നില്ല, 1/3 ഷിഫ്റ്റ് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കൃത്യമായും 50-51% വോട്ട് BJP മുന്നണിക്ക് ലഭിക്കും. 51% വോട്ട് ലഭിച്ചാൽ പിന്നെ കേരളത്തിൽ 100 സീറ്റ് എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമാണ്. മറുവശത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, മുസ്ലിം പിന്തുണയോടുകൂടി ജയിക്കാൻ കഴിയുന്നതും മുസ്ലിമിന് സ്വന്തമായിട്ട് ജയിക്കാൻ കഴിയുന്നതുമായ സീറ്റ് ആയിരിക്കും. അത് മാക്സിമം പോയാൽ 40 സീറ്റേ വരുള്ളൂ. അതുകൊണ്ട് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ഞാൻ ഇപ്പോൾ വ്യക്തമായി പറയുന്നു, BJP നയിക്കുന്ന മുന്നണി 100 സീറ്റുകളോട് കൂടി കേരളം ഭരിക്കും. ആ കണക്കാണ് ഞാനിപ്പോ വ്യക്തമാക്കിയത്. മാത്രമല്ല സാർ, ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11-ലധികം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത്, NDA 1-ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് കൂടെ അതിന്റെ ആ കണക്കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാമോ സാർ? അതായത് 11 ബൈജു, 19 നിയമസഭാ മണ്ഡലത്തിൽ BJP 1-ാം സ്ഥാനത്താണ്. 30 നിയമസഭാ മണ്ഡലത്തിൽ BJP 2-ാം സ്ഥാനത്ത്. അപ്പൊ 30-ഉം 19 എന്ന് പറയുമ്പോൾ 49 സീറ്റ് BJP ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ BJP മുന്നണി, NDA ഒറ്റയ്ക്ക് 19-ഉം 49 സീറ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ്. ഇവരുടെ കൂടെ വളരെ നേരിയ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3000 വോട്ട് മുതൽ 10000 വോട്ട് വരെ കൂട്ടിച്ചേർക്കാൻ ഇവിടെ സാധിക്കും. ഇപ്പൊ ജോസഫ് ഗ്രൂപ്പ് വന്നാലും മാണി ഗ്രൂപ്പ് വന്നാലും ഈ പറഞ്ഞ കൂട്ടിച്ചേർക്കൽ ഉണ്ടാവും. അതും കൂടി വന്നു കഴിഞ്ഞാൽ ഈ 40 എന്നുള്ള സീറ്റ്, അതായത് 39 സീറ്റ് എന്നുള്ളത്, 49 സീറ്റ്, 50 സീറ്റ് എന്ന് കൂട്ടാം. 50 സീറ്റിന്റെ കൂടെ 20 സീറ്റൂടെ കിട്ടിയാൽ ഭൂരിപക്ഷമായി. ഈ 20 സീറ്റ് ഭൂരിപക്ഷം ആകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പാർട്ടികൾ 2 കേരള കോൺഗ്രസ് മാത്രം മതി. അങ്ങനെ 2 കേരള കോൺഗ്രസ് ആ തീരുമാനമെടുത്താൽ അതോടൊപ്പം ചേരാൻ ബാലകൃഷ്ണപിള്ള, ഗണേശൻ തയ്യാറാവും. അതോടൊപ്പം ചേരാൻ NCP തയ്യാറാവും. കാരണം NCP മഹാരാഷ്ട്രയിൽ BJPയുടെ കൂടെ ഉണ്ടല്ലോ. NCP തയ്യാറാവും. അപ്പൊ ബാലകൃഷ്ണപിള്ള വരും, NCP വരും. പ്രേമചന്ദ്രന്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എപ്പ ചാടിയാന്ന് നോക്കിയാൽ മതി, RSP വരും.
പോരെ, ഇത്രയും വരുമ്പോ തന്നെ 100 സീറ്റിന് അപ്പുറമായില്ലേ? ഇതാണ് 2016 കേരളത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ഫോർമുല. അതിന് 19 ഒന്നാം സ്ഥാനവും 30 രണ്ടാം സ്ഥാനവും അടക്കം 49 സീറ്റുകൾ BJPയുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് 20% വോട്ടുള്ള BJP ഇവരെ വിളിക്കുന്നത്. അപ്പോൾ 20% വോട്ടുള്ള BJPയുടെ കൂടെ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും RSPയും NCPയും അടക്കമുള്ള ആൾക്കാർ വരുമ്പോൾ ഈ വലിയ ചേഞ്ച് ഉണ്ടാകും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, 100 സീറ്റ് എന്ന് പറയുന്നത് യാതൊരു ആക്ഷേപവും ഇല്ല. മാത്രമല്ല സർ, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര അടക്കമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിന്റെ ആ ഒരു ഫലത്തിന്റെ ചെറിയ അപ്ഡേഷൻ കൂടെ കൊടുത്താൽ പൂർണ്ണമാവുമെന്ന് തോന്നുന്നു. അതെ, നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിൽ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്? മഹാവികാസ് അഘാഡി എന്ന് പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്ന മുന്നണി മഹാരാഷ്ട്ര തൂത്തുവാരാൻ പോകുന്നു, BJPയുടെ പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞു. പക്ഷെ മഹായുധി സഖ്യം ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന പല പ്രൊജക്ഷനും വരുമ്പോ 150, 170, 195 സർവേ റിപ്പോർട്ടുകൾ അങ്ങനെയാണ് വരുന്നത്. സർവേ റിപ്പോർട്ടുകളെ ആരും ചോദ്യം ചെയ്തിട്ടുമില്ല. പക്ഷേ സർവേ റിപ്പോർട്ടിനെ അതേപടി അംഗീകരിക്കണമെന്നും ഞാൻ പറയില്ല. കാരണം ഇതേ സർവേകൾ തെറ്റിപ്പോയല്ലോ ഹരിയാനയിൽ. അതുകൊണ്ട് സർവേ റിപ്പോർട്ടുകളെ പ്രതിനിധാനം ചെയ്യാതെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകും, മഹാരാഷ്ട്രയിൽ കനത്ത ഭൂരിപക്ഷത്തോടെ BJP മുന്നണി അധികാരത്തിൽ വരും. ജാർഖണ്ഡിൽ നേരിയ ഭൂരിപക്ഷം എന്ന് ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. ഈ നേരിയ ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം ആക്കി എടുക്കാനുള്ള പണിയൊക്കെ BJPക്ക് അറിയാവുന്നുള്ളത് BJP തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ജാർഖണ്ഡും മഹാരാഷ്ട്രയും കിട്ടി എന്ന് തന്നെ പറയാം. നാളെ കഴിഞ്ഞ് വരെ കാത്തിരുന്നാൽ മതി. പക്ഷെ എനിക്കിപ്പോൾ ഈ ചർച്ചയിൽ പറയാനുള്ളത് ഇത് രണ്ടുമല്ല. ഡൽഹി തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ നാമനിർദ്ദേശം കൊടുക്കാൻ തുടങ്ങി. അവിടെ ഇപ്പോൾ ഇതാ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു തുടങ്ങി. ഏറ്റവും വലിയ അടി കിട്ടാൻ പോകുന്നത് ഡൽഹിയിലായിരിക്കും. കഴിഞ്ഞ എത്രയോ തവണയായി ആം ആദ്മി പാർട്ടിക്ക് തിരിഞ്ഞു നോക്കണ്ടാത്ത വിധം ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഭരിച്ചിരുന്ന ഡൽഹി ഇത്തവണ BJP പിടിക്കും. അങ്ങനെ BJP ഡൽഹിയും കൂടെ പിടിക്കുന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലാവും, ഇന്ത്യയിലെ ഏത് പ്രദേശത്ത്, തെക്കേ ഇന്ത്യ, മധ്യ ഇന്ത്യ, വടക്കേ ഇന്ത്യ, ഡൽഹി എവിടെയാണെങ്കിലും സംഭവിക്കാൻ പോകുന്നത് BJPയുടെ അതിശക്തമായ തേരോട്ടമായിരിക്കും. അതിന് പിന്നാലെ സംഭവിക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ ഇപ്പോൾ തന്നെ പുകഞ്ഞു കത്തുകയാണ്. പശ്ചിമ ബംഗാളിലും നല്ല തോതിലുള്ള അട്ടിമറിയായിരിക്കും വരുന്നത്. ഈ ചിത്രങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മലയാളികൾ. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് അടിമത്തം പേറിക്കൊണ്ടും ഈ പറഞ്ഞ ദാരിദ്ര്യവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടും കഴിയേണ്ട ഗതികെട്ട ജനതയല്ല കേരളീയർ, മലയാളികൾ എന്നുള്ള തീരുമാനമെടുക്കാൻ CPIM-ഉം മുസ്ലിം പാർട്ടികളും ഒഴിച്ച് മറ്റു പാർട്ടികൾ നിർബന്ധിതരാവും. അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസിന് BJPക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം അനുകൂലമായിട്ടുള്ള നിലപാടിൽ അടിയുറച്ച് നിൽക്കേണ്ടി വരികയാണെന്നിരിക്കട്ടെ. സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിന്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ബോധം BJPയോടൊപ്പം നിൽക്കുകയും ക്രൈസ്തവ വോട്ടും ഹൈന്ദവ വോട്ടും ഒന്നിക്കുകയും NCPയും RSPയും അടക്കമുള്ള NCP, RSP അടക്കമുള്ള കേരള കോൺഗ്രസ് B അടക്കമുള്ള പാർട്ടികൾ BJPയോട് ചേരുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്ത് അങ്കലാപ്പലാവും, നിലനിൽപ്പ് അപകടത്തിലാവും. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാവുന്ന രണ്ട് കാര്യമാണ്. ഒന്നുകിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നെടുകെ പിളരുകയും ഒരു വിഭാഗം പാർട്ടി NDAയോട് ചേരുകയും ചെയ്യും. ഇനി നെടുകെ പിളരുന്നില്ല എന്നിരിക്കട്ടെ, അതിനേക്കാൾ ബുദ്ധിമാന്മാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവർ നേരെ ഇങ്ങോട്ട് ചാടും. ഇപ്പം കരുണാകരന്റെ മകൻ മുരളീധരൻ ചാടും. അതുപോലെ തിരുവനന്തപുരത്തെ MP അദ്ദേഹം ശശി തരൂർ ചാടും. ഇങ്ങനെ ചാടിയാൽ പുറകെ ചാടാൻ കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. അതായത് ഹിന്ദു വോട്ട് ബാങ്കിന്റെ പശ്ചാത്തലത്തിൽ നിന്നാൽ ജയം ഉറപ്പാണ് എന്ന് തോന്നുന്ന എല്ലാവരും ചാടും. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനകത്തെ മുസ്ലിം വിഭാഗം, കോൺഗ്രസിനകത്തെ ഇടതുപക്ഷ വിഭാഗം മാത്രം അവശേഷിക്കുകയും കോൺഗ്രസ് ഇടതും വലതുമായി ചിന്തിച്ച് പിളരുകയും ചെയ്യും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും വളരെയേറെ നാടകീയമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പൊട്ടിത്തെറികളായിരിക്കും അടുത്ത 2 വർഷക്കാലം, അതായത് 2016 അസംബ്ലി ഇലക്ഷന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു. വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം. അതിന് മാത്രമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 20% വോട്ടായി. BJP മുന്നണിക്ക് 20% വോട്ടായി. ആ 20%-നോടൊപ്പം 20% കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവര് എക്കാലവും കേരളത്തിൽ അധികാരത്തിലിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരന്റെയും
മുസ്ലിം തീവ്രവാദികളുടെയും അടിമത്തം പേറേണ്ടി വരില്ല, അഭിമാനത്തോടെ ഭരിക്കാൻ പറ്റും. അതിന്റെ ഒരു അടിസ്ഥാന കാരണം കൂടിയുണ്ട്. സാമ്പത്തികമായി ഇത്രയും തകർന്നു കിടക്കുന്ന ഒരു സംസ്ഥാനം LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ആർക്കും ഒന്നും കൊടുക്കാൻ പറ്റാതെ വരും. ശമ്പളം കൊടുക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറി പൈസ കൊടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് വേണം? കേന്ദ്ര BJPയുടെ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഭരണകൂടം കേരളത്തിൽ വരണം. അതുകൊണ്ട് കേന്ദ്ര BJPയുടെ സപ്പോർട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു NDA മുന്നണിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ പണവും കിട്ടും, കേരളത്തിലെ സപ്പോർട്ടും കിട്ടും, ഭരണവും കിട്ടും. അതൊരു തവണത്തേക്കൊന്നുമല്ല, സ്ഥിരമായിട്ട് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലൊരു വമ്പൻ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകും. ഒരു നിശബ്ദമായിട്ടുള്ള രക്തരഹിതമായിട്ടുള്ള ഒരു വിമോചന സമരം, രണ്ടാം വിമോചന സമരം കേരളത്തിൽ വിജയിക്കുകയും NDAയുടെ യുഗം കേരളത്തിൽ ആരംഭിക്കുകയും ചെയ്യും. മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് ആരും കരുതേണ്ട. കാരണം വെറും 2 സീറ്റിൽ നിന്ന് ഇന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദിജി ആദ്യം വരുന്നു, രണ്ടാമത് വരുന്നു, മൂന്നാമത് വരുന്നു. ഈ രീതിയിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇന്ന് കേരളം 20% വോട്ടിൽ എത്തി നിൽക്കുന്നു. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭയിൽ സാറ് പറഞ്ഞ പോലെ തന്നെ 19 നിയമസഭാ മണ്ഡലങ്ങളിലും 39 മറ്റ് മണ്ഡലങ്ങളിൽ സെക്കൻഡ് സ്ഥാനത്തിലേക്കും 1ാം സ്ഥാനത്തേക്കും എത്തി എന്നുണ്ടെങ്കിൽ ഇത് വരാനിരിക്കുന്ന നാളുകളിൽ NDAയുടെ ഭരണം തന്നെയാണ്. അത് നമ്മളിപ്പോ സുരേന്ദ്രൻജി കഴിഞ്ഞ തവണ പറഞ്ഞ സമയത്ത് 25 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണത്തിലേറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പരിഹസിച്ച ട്രോളുകളും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഇത് അസംഭാവ്യമല്ല, സംഭാവ്യം തന്നെയാണ് എന്ന് അക്ഷരം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ സർ വിട്ടുപോയത്? കേരളത്തില് ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കേരളത്തിന്റെ യുവത്വം എന്നുള്ളതാണ്. കേരളത്തിന്റെ യുവത്വം ഇന്ന് രണ്ടായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, കേരളവും വിട്ട് ഇന്ത്യയും വിട്ട് പുറത്തുപോയി ജീവിതമാർഗം കണ്ടെത്തിയവർ. അവരിനി ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, അല്ലെ കേരളത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും തിരിച്ചു വരാൻ വയ്യാത്ത വിധം വിദേശത്ത് കുടുങ്ങിപ്പോകും. അതൊന്ന്. രണ്ടാമത്തെ ഒരു വലിയ കാര്യം, വിദേശത്തേക്ക് പോകുന്നവരൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്. അവരുടെ സ്ഥലവും വീടും കടയും കെട്ടിടവും വാങ്ങിക്കൂട്ടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. അപ്പോൾ കേരളത്തിന്റെ ഭൂവിഭാഗത്തിൽ ഇന്ന് ന്യൂനപക്ഷമായി നിൽക്കുന്ന മുസ്ലിം അടുത്ത 5-10 വർഷത്തിനുള്ളിൽ, 10 വർഷമൊന്നും വേണ്ട, 5 വർഷത്തിനുള്ളിൽ കേരളത്തിന്റെ ഭൂവിഭാഗത്തിന്റെ 4/3 അല്ലെങ്കിൽ 3/2 ഭാഗമോ മുസ്ലിങ്ങളുടെ ആധിപത്യത്തിലാവും. ഈ ആധിപത്യം ഉണ്ടാക്കുന്ന തിരിച്ചടി വളരെ ശക്തമായിരിക്കും, അത് നിശബ്ദമായിരിക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ആരുടേതാണ്? ക്രിസ്ത്യാനിയുടെയാണ്, മുസ്ലിമിൻ്റെതാണ്. കേരളം മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ കണ്ണ് തുറന്നു പിടിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് വിൽപ്പനയ്ക്ക്, വിൽപ്പനയ്ക്ക്, വിൽപ്പനയ്ക്ക്. വീട് വിൽപ്പനയ്ക്ക്, കട വിൽപ്പനയ്ക്ക്, എസ്റ്റേറ്റ് വിൽപ്പനയ്ക്ക്, സ്ഥലം വിൽപ്പനയ്ക്ക്, നിലം വിൽപ്പനയ്ക്ക്, എല്ലാം വിൽപ്പനയ്ക്ക്. ഈ വിൽക്കുന്നവരാരാണ്? വിൽക്കുന്നവരിൽ ഒരു മുസ്ലിമിനെ കാണിക്കാൻ പറ്റുമോ? ഒരാളും ഇല്ല. വാങ്ങുന്നവരാരാണ്? വാങ്ങുന്നത് മുഴുവൻ മുസ്ലിങ്ങളാണ്. അപ്പോൾ ആ സേതു ഹിമഹലം എന്ന് പറയുന്ന പോലെ ഈ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള ഭൂമി ക്രിസ്ത്യാനിയും ഹിന്ദുവും കൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയും മുസ്ലിങ്ങൾ മാത്രം അത് വാങ്ങുകയും ചെയ്യുമ്പോൾ നടക്കുന്ന സംഭവം എത്ര ഭീകരമാണ്. ഇപ്പൊ ഞാൻ പാലായിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. പാലാ നഗരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ രൂപതയാണ് പാല, ക്രിസ്ത്യൻ രൂപതയാണ് പാല. പരിശുദ്ധ റോം മാർപ്പാപ്പ ഇരിക്കുന്ന പരിശുദ്ധ റോം അടങ്ങുന്ന പാതുവ രൂപത ലോകത്തെ 2ാമത്തെ രൂപതയാണ് എന്ന് പറയുമ്പോൾ കണക്കറിയുന്നവർക്ക് ഞാൻ ഈ പറയുന്നത് ബോധ്യമാവും, ക്രിസ്ത്യാനികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലോകത്തെ 1ാമത്തെ രൂപതയായ പാലാ രൂപതയുടെ തലസ്ഥാനമാണ് പാലാ മുനിസിപ്പാലിറ്റി. ആ പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 100 ആധാരങ്ങളാണ് നടന്നത്. മുസ്ലിങ്ങൾ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു. 6 മാസം കൊണ്ട് 100 സ്ഥലം വാങ്ങാൻ പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത് മുസ്ലിങ്ങൾക്ക് സാധിച്ചു എങ്കിൽ നിയമവിരുദ്ധമൊന്നുമല്ല, നിയമവിധേയമായിട്ടാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, ഈ യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനോ ഹിന്ദു സമൂഹത്തിനോ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഭൂമി നഷ്ടപ്പെടുകയാണ്, ജനസംഖ്യ നഷ്ടപ്പെടുകയാണ്. ഭൂമിയും ജനസംഖ്യയും നഷ്ടപ്പെട്ടാൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? സംസ്ഥാനം നഷ്ടപ്പെടുകയാണ്. ഇസ്ലാമിക രാജ്യമായിട്ട് കേരളം മാറുകയാണ്. ഇതിനു മുമ്പ് അവരിത് വെച്ചിരുന്ന ഒരു ലക്ഷ്യമുണ്ട്. പാലക്കാട് മുതൽ മൈസൂർ വരെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് മലബാർ സ്റ്റേറ്റ്,
മലബാർ സംസ്ഥാനം വേണം, പിന്നീട് അത് രാജ്യമാക്കി മാറ്റാം. ഇന്നിപ്പോ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കന്യാകുമാരി ജില്ല മുതൽ മൈസൂർ വരെ എന്ന് പറയുമ്പോൾ തമിഴ്നാടിന്റെ കന്യാകുമാരിയും കേരളം മുഴുവനും കർണാടകത്തിന്റെ തെക്ക് ഭാഗത്തുള്ള 2-3 ജില്ലകളും ചേർത്തിട്ട് ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് രൂപീകരിക്കാൻ കഴിയും അടുത്ത 10 വർഷത്തിനകം. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ബുദ്ധിയുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും കേരളത്തിന്റെ ഭൗതിക മേഖലയിൽ സ്ഥലത്തിന്റെ കാര്യത്തിലും കെട്ടിടത്തിന്റെ കാര്യത്തിലും വീടിന്റെ കാര്യത്തിലും സമ്പത്തിന്റെ കാര്യത്തിലും സർവോപരി ജനസംഖ്യയുടെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്ന വലിയ പരിവർത്തനം, അതിനെ തടയിടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ NDA മുന്നണിക്കല്ലാതെ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ഹിന്ദു, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസ്സുകാര് ഒന്നിച്ചു ചേരാതെ നിലനിൽപ്പില്ല, ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കി തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അടുത്ത 5 വർഷക്കാലം. അതുകൊണ്ട് അടുത്ത 5 വർഷക്കാലത്തിനിടയിൽ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്നിവയിൽ നമുക്ക് കൃത്യമായിട്ടും ഇതിന്റെ പ്രതിഫലനം കാണാൻ പറ്റും. അതാണ് എനിക്ക് അവസാനമായി കൂട്ടിച്ചേർക്കാൻ. ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അടിമയായിക്കൊണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ അടിമയായിക്കൊണ്ട് ജീവിച്ചിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ തന്നെയാണ് പാലക്കാട് ഇലക്ഷന്റെ റിസൾട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. എന്തായാലും അത് വരാനിരിക്കുന്ന ഈ കേരളത്തിന്റെ ഭാവി, അതല്ലെങ്കിൽ അതിന്റെ ഗതിവിഗതികൾ നിരീക്ഷിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാനോ മാറ്റം വരുത്തുക തന്നെ ചെയ്യും. അതിനായി കാത്തിരിക്കുന്ന വലിയൊരു നാളുകളാവട്ടെ ഇനി വരാനിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. എന്തായാലും 9 മണിക്ക് നമ്മുടെ കുന്തവും കുടച്ചക്രവും എന്നുള്ള നമ്മുടെ സജി ചെറിയാന്റെ വിഷയമായിട്ട് ജയസൂര്യൻ സാർ തന്നെ വീണ്ടും 9 മണിക്ക് വരുന്നുണ്ട്. മാന്യ പ്രേക്ഷകരെ ഇപ്പോൾ തന്നെ ഒന്ന് അറിയിക്കുകയാണ്. തൽക്കാലം നമുക്ക് ജയസൂര്യൻ സാറിന്റെ പെർമിഷനോട് കൂടിയിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.